അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിന് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തു നിന്നാണ് ആ വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ നമ്മൾ പലപ്പോഴും ദൈവവചനം വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ മുതലാണ് പറഞ്ഞിരിക്കുന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിൽ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നാം അറിയുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചോണം, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ നാം അറിയുന്നില്ല. ഇവിടെ തിരുവചനം പറയുകയാണ്. നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമുക്കറിയാം, കാറ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ജനലൊക്കെ തുറന്നിട്ടേക്കുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അത് എവിടെ നിന്ന് വരും നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് എവിടെ നിന്നോ കാറ്റ് വരുന്നു. പക്ഷെ ആ വന്ന കാറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയത്തില്ല, അല്ലേ? നമുക്കറിയാം, കാറ്റ് വരുമ്പോൾ നമുക്കറിയാം, പക്ഷെ ആ കാറ്റ് വന്നിട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയത്തില്ല. തിരുവചനം പറയുകയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. എത്ര പേര് ബൈബിളിൽ നിന്നും ഈ രക്ഷിക്കപ്പെടുക എന്നും പുതുതായി ജനിക്കുക എന്നുള്ളത് ബൈബിളിൽ കണ്ടവരെത്ര പേരുണ്ട്? അവർ മാത്രം ഉണ്ടെന്നു പറഞ്ഞു. ആമേൻ. അപ്പോൾ ഒട്ടുമുക്കാലും ആളുകളും കണ്ടിട്ടുണ്ട്, അല്ലേ? നിങ്ങൾക്ക് ബൈബിളിൽ നോക്കിയാൽ മതി. ഒട്ടുമുക്കാലും ആളുകളും കണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് വീണ്ടും ജനിക്കുക, അങ്ങനെ കുറേ വാക്യങ്ങൾ, അങ്ങനെ നമുക്കറിയാൻ പറ്റും, രക്ഷിക്കപ്പെടുക എന്നിങ്ങനെ ഇത്യാദി കുറേ കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ജനനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പം ചില ആൾക്കാർക്ക്, എനിക്ക് ആദ്യമൊക്കെ ഇത് വായിച്ച സമയത്ത് എന്താണ് ഈ വീണ്ടും ജനനം, എന്താണ് ഈ രക്ഷിക്കപ്പെടുക, എന്താണ് ഈ സ്നാനം എന്നൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളിപ്പോൾ കേൾക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെപ്പോലെയൊക്കെ വചനമൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായില്ല. തിരുവചനം വായിക്കുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങളാണ് രക്ഷിക്കപ്പെടുക, ഈ വീണ്ടും ജനിക്കുക എന്നുള്ള വാക്കുകൾ. എന്നാൽ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. വീണ്ടും ജനനം, രക്ഷിക്കപ്പെടണം, സ്നാനം എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി കേട്ടതുകൊണ്ടോ യേശുക്രിസ്തുവിലുള്ള ഉയർപ്പിനെ പറ്റി കേട്ടതുകൊണ്ടോ നമുക്കൊരിക്കലും ക്രൂശിലൂടെയുള്ള അനുഗ്രഹത്തെ ലഭിക്കത്തില്ല. ക്രൂശിലൂടെയുള്ള അനുഗ്രഹങ്ങളെ എൻ്റെ ജീവിതത്തിൽ എനിക്കത് അവകാശമായി ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴിയിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരും. നമ്മൾ ഈ വചനം വായിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളത് വായിച്ചാൽ മതി. അതിന് കർത്താവിൻ്റെ മറുപടി ഇതാണ്: ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുന്നതിൽ നീ ആശ്ചര്യപ്പെടരുത്. അപ്പൊ ശ്രദ്ധിച്ചോണം, പുതുതായി ജനിക്കണം. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് നാം എല്ലാവരും ആദത്തിൻ്റെ തലമുറയായിരുന്നു. ആദത്തിൽ നിന്നും പുറത്തേക്ക് വന്ന തലമുറകളാണ് നമ്മളെല്ലാവരും. ആദത്തിൻ്റെ മക്കളെന്ന് വേണേ പറയാം. എന്നാൽ ആദത്തിൻ്റെ മക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇവരെല്ലാം പാപത്തിൽ ജനിച്ചവരാണ്. ആരാണോ ആദത്തിൻ്റെ തലമുറയിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആദം എന്ന പിതാവിൽ നിന്നും ഹൗവ എന്ന മാതാവിൽ നിന്നും ജനിക്കുന്നവരെല്ലാം പാപത്തിൽ ജനിക്കുന്നവരാ. സങ്കീർത്തനക്കാരൻ പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വളരെ ഭാരപ്പെട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലേ. അയ്യോ, ഞാൻ അങ്ങനെ ഒത്തിരി സങ്കടത്തോടെയൊക്കെ വചനത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കാരണം? ആ സങ്കീർത്തനക്കാരൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ പാപത്തിൽ ജനിച്ചവരാ. അപ്പൊ പാപത്തിൽ ജനിച്ച നിങ്ങൾക്കും എനിക്കും അല്ല ഒരു കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. ദൈവം തന്നാൽ കിട്ടും, പക്ഷെ അതെനിക്ക് അനുഭവിക്കാൻ യോഗമില്ല. എനിക്ക് കരുണ തോന്നേണ്ടതുകൊണ്ട് കരുണ തോന്നുകയും കനിവ് തോന്നേണ്ടതുകൊണ്ട് കനിവ് തോന്നുകയും ചെയ്യുന്ന ദൈവം തന്നെ പറയുന്നുണ്ട്. അതായത് ദൈവത്തിന് ഫേവർ തോന്നിയാൽ ദൈവം അനുഗ്രഹിക്കും. കാരണം നമ്മളാരും നീതിമാന്മാരല്ല, നമ്മളെല്ലാം പാപികളാണ്. എന്നാൽ ദൈവത്തിന് വളരെ സങ്കടം, എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിക്കണം. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു.
കർത്താവായ യേശു നമ്മുടെ പാപത്തെ ചുമന്ന് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഇവിടം കൊണ്ട് തീർന്നില്ല. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഫേവറായിട്ടല്ല വേണ്ടത്. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കരുണയായിട്ടല്ല വേണ്ടത്, പകരം എനിക്ക് അവകാശമായിട്ടാണ് വേണ്ടത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കരുണയായിട്ടല്ല, എനിക്ക് അനുഗ്രഹങ്ങളെ അവകാശമായി വേണമെന്ന് പറ. ആമേൻ. എനിക്ക് അനുഗ്രഹങ്ങളെ അവകാശമാക്കി വേണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടെ ചേരണം. ഇപ്പൊ കർത്താവ് പറയുകയാണ്, ജഡത്താൽ ജനിക്കുന്നതെല്ലാം ജഡമാകുന്നു, നിങ്ങൾ ആത്മാവിനാൽ ജനിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആത്മാവിനാൽ ജനിക്കുന്നതെല്ലാം ആത്മാവാകുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ പുതുതായി ജനിക്കണം. അപ്പൊ ഈ നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വലിയ സംശയം, ഇദ്ദേഹം വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ ആ ചോദ്യം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നിക്കോദീമോസ് അവനോട് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നുമില്ല. ഇനി അതിൻ്റെ തൊട്ടുമുള്ളത്തിലെ വാക്യമാണ് എടുക്കേണ്ടത്. നിക്കോദീമോസ് വന്ന് നിക്കോദീമോസ് ഈ ചോദ്യം 4-ാം വാക്യത്തിൽ, നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചോദ്യമാണ്, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായില്ലേ? നമ്മൾ ജനിക്കുന്നത് എങ്ങനെയാ? അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞായി ജനിക്കുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? 10-ാം മാസം നമ്മൾ പുറത്തു വരുന്നു, പിന്നെ വളരുന്നു. ഇദ്ദേഹത്തിനൊരു സംശയം, വൃദ്ധനായ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചിന്തിക്കുക, വൃദ്ധനായവൻ എങ്ങനെയാ, അല്ലെങ്കിൽ അയാൾ വൃദ്ധനായിക്കോട്ടെ, ഇനി എനിക്ക് എങ്ങനെയാണ് ജനിക്കാൻ പറ്റുന്നത്? വൃദ്ധനായ എനിക്ക് എങ്ങനെയാണ് ജനിക്കാൻ പറ്റുന്നതെന്ന് പുള്ളിക്കൊരു സംശയം. അതിന് കർത്താവ് പറഞ്ഞ മറുപടിയാണ്, ജഡത്താൽ ജനിക്കുന്നവനെല്ലാം ജഡമാകുന്നു, ആത്മാവിനാൽ ജനിക്കുന്നതെല്ലാം ആത്മാവാകുന്നു, നിങ്ങൾ പുതുതായി ജനിക്കണം. ഇനി ഇവിടെയാണ് കേൾക്കാൻ പോകുന്നത്, പുതുതായി ജനിക്കുന്ന നിങ്ങൾ ആദത്തിൻ്റെ തലമുറയിൽ പെടുന്നവരല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ തലമുറയിൽ പെടുന്നവരാ. നിങ്ങൾക്ക് ഇതിൽ ഏത് തലമുറയിൽ പെടാൻ ആഗ്രഹം? ആദത്തിൻ്റെ തലമുറയിൽ പെടാനാണോ ദൈവത്തിൻ്റെ തലമുറയിൽ പെടാനാണോ ഇഷ്ടം? ഇനി ദൈവത്തിന്റെ തലമുറയിൽ വന്നാലുള്ള ഗുണങ്ങൾ ഞാൻ പറയാം. ദൈവത്തിന്റെ തലമുറയിൽ നിങ്ങൾ വന്നാൽ, ആ ഒരു കാറ്റഗറിയിൽ വന്നാൽ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നും കരുണയാലല്ല, അവകാശമായിട്ടാണ്. ശ്രദ്ധിച്ചോണം, കരുണയെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളോട് കരുണ തോന്നണം. നിങ്ങളുടെ അവസ്ഥ കണ്ട് ദൈവത്തിന് കരുണ തോന്നണം. ബൈബിൾ അങ്ങനെ പറഞ്ഞേക്കുന്നത്, എനിക്ക് കരുണ തോന്നേണ്ടവനോട് കരുണ തോന്നും, കനിവ് തോന്നേണ്ടവനോട് കനിവ് തോന്നും. അതിനൊരു കുഴപ്പമുണ്ട്, ദൈവത്തിന് കരുണ തോന്നിയില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ മകനോ മകളോ ആയി തീർന്നാൽ അവിടെ കരുണയല്ല, പകരം അവകാശമാണ്. നമ്മൾ അങ്ങനെയല്ലേ? നമ്മുടെ വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെ സ്വത്തിൽ നിങ്ങൾ അവകാശിയാകുന്നത് പോലെ നിങ്ങൾ ജനിച്ചതാണോ ആ കുടുംബത്തിൽ, നിങ്ങൾ അവകാശി. അപ്പോൾ യേശു പറയുകയാണ്, പുതുതായി ജനിക്കണം. ഇനി അങ്ങനെ ജനിച്ച ആളെ പറ്റി പറയുകയാണ്, കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഒരു കാറ്റ് എങ്ങനെയാണോ വരുന്നതും പോകുന്നതും അതേപോലെയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. ശ്രദ്ധിച്ചോണം, നമുക്കറിയത്തില്ല, യേശുവിനെ കർത്താവായി വിശ്വസിച്ച് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ മരണപ്പെട്ടാലും ഇതിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്, നിത്യജീവിതം. ബൈബിളിൽ കാണിക്കുന്ന പോലെ, വായിക്കുന്നത് പോലെ നിത്യജീവൻ. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഈ നിത്യജീവന്റെ എഫക്റ്റോടെ വേണം നമ്മൾ ജീവിക്കാൻ. അതായത് ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉള്ള വ്യക്തിയെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്കൊരു സാധാരണക്കാരനെ പോലെയല്ല, ഒരു അസാധാരണക്കാരനെ പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എങ്ങനെയാണ് അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന സമയത്ത് നമുക്കറിയാം, ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ കർത്താവ് ജനിച്ചു. അന്ന് നാട്ടുകാരെല്ലാം മറിയയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. നമുക്കറിയാം, മാതാവായി മറിയവും യോസേഫായി പിതാവും അവിടെ ഇരിക്കുന്നു. ഇങ്ങനെ ജനിച്ചു. അവിടെയുള്ള ആളുകളെല്ലാം കാണുമ്പോൾ കൈക്കുഞ്ഞുണ്ട്, അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്, കയ്യിലൊരു കുഞ്ഞുണ്ട്, ഒരു സാധാരണ ജീവിതം നയിച്ചു പോകുന്നു. എനിക്ക് പെട്ടെന്ന് ആ വാക്യം വന്ന്, ഞാനത് എടുത്തിട്ടില്ല, ആ വാക്യം എടുത്തു വെച്ചവരെന്ന് വേഗത്തിൽ എടുക്കണം. കർത്താവ് ഇങ്ങനെ കർത്താവിനെ പറ്റി പറയുന്നുണ്ട്, ഇവൻ നമ്മുടെ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും സഹോദരനായ യേശുവല്ലേ എന്ന് പറയുന്നത്, അച്ഛൻ്റെ മകനല്ലേ എന്ന് പറയുന്ന വാക്യം വേഗത്തിലൊന്ന് എടുക്കാൻ പറ്റുന്നവരെന്ന് എടുത്ത് എനിക്ക് പെട്ടെന്ന് പറയണം.
ഞാൻ ആ വാക്യം ഇവിടെ കാണിക്കാൻ പറ്റും. മത്തായി 13:58 ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞോണം. അപ്പൊ യേശുക്രിസ്തു ജനിച്ചത് വളർന്നതുമെല്ലാം ആ നാട്ടിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു. അർത്ഥ പട്ടിണി കിടക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽ യേശുക്രിസ്തു ജനിച്ചു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം അധ്യായം അവസാനത്തെ പേരയാണ്, അവസാനത്തെ വാക്യം. അപ്പൊ നിങ്ങൾക്കറിയാം അവിടെ കാണുന്ന 55. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എടുത്തു. ആമേൻ, ഞാൻ ആ വാക്യം എടുത്തു, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അപ്പൊ നമുക്കറിയാം. പക്ഷെ യേശുക്രിസ്തു ജനിച്ച് യോഹന്നാന്റെ കരുത്തിന്റെ കീഴെ സ്നാനപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. അതുവരെ കേൾക്കാത്തൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോണം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്നലെ വരെ യോസേഫ് എന്ന വ്യക്തിയെ പിതാവായും മറിയത്തെ മാതാവായും കണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതുവരെ ഉണ്ടായിരുന്ന ഒരു അഡ്രസ്സ് മാറുകയാണ്. സ്വർഗത്തിലെ ദൈവം സ്നാപക യോഹന്നാനിലൂടെ വിളിച്ചു പറയുകയാണ്, ഇതെൻ്റെ കൂട്ടുകാരെന്നോ, ഇതെൻ്റെ ഭക്തനായ യേശുവെന്നോ, ഇതെൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നോ അല്ല പറഞ്ഞേക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പൊ യേശുവിന്റെ പിതാവ് ഇപ്പോ ആരാ? കേട്ട വചനപ്രകാരം ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചോണം. അപ്പൊ കർത്താവ് ഇനി ശ്രദ്ധിച്ചോണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഇനി മുതലുള്ള കാര്യങ്ങൾ ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോളാം. യേശുക്രിസ്തുവിനെ പറ്റി തന്നെ ബൈബിൾ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം, ഇവിടെ നിങ്ങൾ ആ വാക്യം കാണാൻ പറ്റും. 55-ാം വാക്യം നിങ്ങൾ എല്ലാവരുടെയും ബൈബിൾ തുറന്നു വെച്ച് നോക്കണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 55-ൽ പറയുന്നു, യേശുവിനെ പറ്റി പറയുകയാണ്, ഇവൻ തച്ചന്റെ മകൻ അല്ലയോ? എൻ്റെ അർത്ഥം കാർപ്പൻ്റർ ആയിട്ടുള്ള ആശാരിപ്പണി ചെയ്യുന്ന തച്ചന്റെ മകൻ അല്ലയോ? ഇവന്റെ അമ്മ മറിയം എന്നവളല്ലോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബും യോസ, ശീമോൻ, യൂദ എന്നവരല്ലയോ? ഇവന്റെ സഹോദരങ്ങളെല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇതൊക്കെയും അവിടെ നിന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി. അപ്പൊ യേശുവിനെ പറ്റി ആ നാട്ടുകാർക്ക് ഇപ്പോഴും അതിശയം അവർ പറയുകയാണ്, ഇത് നമുക്കറിയാവുന്നൊരു യേശുവല്ലേ? അല്ല, ബൈബിൾ പറയുന്നു സ്വർഗത്തിലെ പിതാവ് അംഗീകരിച്ച പുത്രനാണ് യേശു. ഇനി ശ്രദ്ധിച്ചോണം, യേശു നിങ്ങളെ പിതാവിന്റെ മക്കളാക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിതാവിന്റെ മക്കളായി, ഈ പിതാവിന്റെ മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ പുതുതായി ജനിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, എന്താണ് ഈ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ? പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശു ഇരിക്കുന്ന അതേ പദവിയിൽ, മകൻ എന്ന പദവിയിൽ നിങ്ങൾക്കുമായി തീരുവാൻ കഴിയും. ഇനി ഒരു വാക്യം ഞാനൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞു ആ വാക്യം ഒന്ന് വായിക്കാവുന്നവരെല്ലാം ഒന്ന് വായിച്ച്. നമ്മുടെ പൗരത്വമോ അവൻ നമ്മുടെ മതി 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 ശ്രദ്ധിച്ചോണം. ഇവിടെ അമേരിക്കൻ പൗരത്വമുള്ള ആരെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലുണ്ടോ? അമേരിക്കൻ പൗരത്വമുള്ള, അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? സൂസൻ സിസ്റ്റർ ഉണ്ട്. ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയത്? ജനിച്ചത് കൊണ്ട് കിട്ടിയതാണോ അതോ താമസിച്ച് കിട്ടിയതാണോ? ഇവിടെ ഇത്രയും വർഷം താമസിക്കണമെന്നുണ്ട്. എത്ര വർഷം മിനിമം? 5 വർഷം. മിനിമം 5 വർഷം. 5 വർഷം താമസിച്ചപ്പോഴാണ് സുസഹോദരിക്കും ഒക്കെ എന്ത് ചെയ്തത്? അവിടുത്തെ പൗരത്വം, അമേരിക്കൻ പൗരത്വം ലഭിച്ചത്. ശ്രദ്ധിച്ചോണം, ഒന്നെങ്കിൽ അവിടെ ജനിക്കണം, ജനിച്ച ഒരു കൊച്ചിന് ജനന നിമിത്തം പൗരത്വം കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 5 വർഷം മിനിമം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് താമസിച്ചാൽ അവിടെ എന്ത് ചെയ്യും? പൗരത്വം ലഭിക്കും. ഇവിടെ ബൈബിൾ പറയാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന്. ശ്രദ്ധിച്ചു നോക്കി, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ്, നിങ്ങൾ ഇപ്പോൾ ഏത് സിറ്റിസൺ ആണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എവിടുത്തെയാണെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വർഗത്തിലെ പൗരത്വമുള്ള ആൾക്കാരാണ്, നിസാരക്കാരല്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എങ്ങനെ സ്വർഗത്തിലെ പൗരത്വം കിട്ടി? സ്വർഗത്തിൽ താമസിച്ചിട്ടാണോ അതോ സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനും മകളുമായി ജനനം കൊണ്ട് ലഭിച്ചതാണോ? ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചത്? കണ്ടോ? ശ്രദ്ധിച്ചോണം, നമ്മൾ ആരും സ്വർഗത്തിൽ പോയി, ഇപ്പൊ സിസ്റ്ററൊക്കെ പറഞ്ഞു, സൂസ സൗകര്യമൊക്കെ പറഞ്ഞു, 5 വർഷം അമേരിക്ക താമസിച്ചത് കൊണ്ടാണ്
അവിടെ എന്ത് ചെയ്തത്? പൗരത്വം ലഭിച്ചത്. ഇവിടെ സ്വർഗത്തിലെ പൗരത്വം നിങ്ങൾക്ക് ലഭിച്ചത് സ്വർഗത്തിൽ പോയി താമസിച്ചത് കൊണ്ടല്ല, പകരം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് നമുക്ക് പൗരത്വം ലഭിച്ചത്. ഇപ്പം മനസ്സിലായോ? സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാ. ഒന്ന് ചിന്തിച്ചോണം. നിങ്ങളുടെ ലെവല് മാറാൻ പോവുക. ഇന്ന് മുതൽ നിങ്ങളുടെ ചിന്തകൾ മാറാൻ പോകുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശു സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച ആളാണോ അല്ലയോ? നിങ്ങൾ പറ. ആമേൻ. ഇനി കർത്താവിന്റെ വ്യത്യാസം ഞാൻ പറയാം. നമ്മള് നോർമലി സംഭവിക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന പൗരത്വം സ്വർഗത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജനിച്ചപ്പോൾ കിട്ടുന്നതും, യേശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഓൾറെഡി പൗരത്വമുള്ള ആളാണ്. ഇനി യേശു ക്രിസ്തു രണ്ടാമത് ഭൂമിയിൽ വന്ന് നമ്മളെപ്പോലെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അവര് ഭൂമിയിൽ താമസിച്ച് കിട്ടിയ പൗരത്വം. അപ്പൊ രണ്ട് പൗരത്വം യേശുവിനുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ പൗരത്വം ഒന്ന് സ്വർഗത്തിൽ നിന്ന് ഓൾറെഡി ഉള്ള പൗരത്വമുണ്ട്, ഭൂമിയിൽ ജനിച്ചപ്പോൾ ഭൂമിയിലെ പൗരത്വം ലഭിച്ചു. വ്യത്യാസം കണ്ടോണം. യേശു ഭൂമിയിൽ ജനിച്ചത് മുഖാന്തരം യേശുക്രിസ്തുവിന് ഭൂമിയുടെ പൗരത്വം ലഭിച്ചു. പക്ഷെ യേശുക്രിസ്തു കോംപ്രമൈസ് ചെയ്തില്ല. കർത്താവിനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയാൻ പോവാണേ. യേശുക്രിസ്തു ഇവിടെ വന്നു, നമ്മൾ പറയുന്നത് പോലെ തന്നെ യോസഫ് പിതാവിന്റെയും മാതാവിന്റെയും കുടുംബത്തിൽ വളരുകയാണ്. പക്ഷെ കർത്താവിനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വലിയ സ്വർഗത്തിലെ പൗരത്വമുള്ള കർത്താവിന് ഈ ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിലെ പൗരത്വമുള്ള രോഗത്തെയും പ്രശ്നത്തെയും കാണുമ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചോണം, അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറെ കാലം മുമ്പ് ഒരു വാർത്ത നിങ്ങളും കണ്ടതായിരിക്കും. എനിക്ക് വന്ന അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ വന്ന കുറെ ആളുകൾ, അവിടുത്തെ ആൾക്കാർ നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് അവരെന്ത് ചെയ്തു, കടൽക്കരയിലുള്ള ആ കുപ്പിയും വേസ്റ്റും എല്ലാം പെറുക്കി അവരെന്ത് ചെയ്തു, കംപ്ലീറ്റ് അവർ ക്ലീൻ ചെയ്ത ഒരു കാഴ്ച കൊണ്ട്. അപ്പോൾ കുറേ നമ്മളെപ്പോലെ മലയാളികളെല്ലാം അത് വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര വൈറലാക്കി. അത് വൈറലാക്കാൻ കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം അവർ ചെയ്തു. അപ്പോൾ അവർ ചെറുപ്പം മുതലേ പഠിച്ചു വെക്കുന്ന ഒരു ശീലമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം വെക്കുക. അപ്പൊ അവർക്കിത് കണ്ടപ്പോൾ ഒരു അരോചകമായിട്ട്, നമുക്കിത് വലിയ പ്രത്യേകത ഒന്നും അല്ലേ. നമ്മുടെ നാട്ടിൽ കുപ്പി വലിച്ചെറിയുന്നു. ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലൊക്കെ നടന്നു പോകുന്ന സമയത്ത്, ഞാൻ കുറ്റം പറഞ്ഞല്ല, ഞാൻ ഉൾപ്പെടെ പഠിച്ചത് എങ്ങനെയാ, നമ്മളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പയ്യെ താഴേക്ക് അങ്ങിടും. നമ്മൾ ശീലിച്ചത് അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് വലിയ പുതുമയല്ല. അവരത് ശീലിക്കാത്തത് കൊണ്ട് അവർക്കതൊരു ഒരു ബുദ്ധിമുട്ടായി തോന്നി. അവരതെല്ലാം വന്ന് ക്ലീൻ ചെയ്തത് വീഡിയോ ഒക്കെ നിങ്ങളും കണ്ടു കാണും, വാർത്തയിലൊക്കെ വന്നതാണ്. പക്ഷെ അവർക്കത് വലിയൊരു എക്സൈറ്റ്മെന്റ് അല്ല. വീഡിയോ പിടിക്കുമ്പോൾ അവർ പോസ് ചെയ്യുന്നൊന്നുമില്ല. അവർ നമ്മളെ വീഡിയോ എടുക്കുമ്പോഴേക്കും അവർ ആ പ്ലാസ്റ്റിക് എല്ലാം പെറുക്കി കൂട്ടി വെച്ച് വേസ്റ്റ് എല്ലാം കൊണ്ട് മാറ്റി വെക്കുമ്പോൾ അവരതിന് പോസ് ചെയ്യാത്തതിന്റെ കാരണം അത് അവർക്ക് ശീലമാണ്. ഇതേപോലെ യേശു സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് ഈ പൗരത്വമുള്ള വ്യക്തിക്ക്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉള്ളവരാ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ മല മാറും, നിങ്ങൾ പറഞ്ഞാൽ പിശാചുക്കൾ കീഴടങ്ങും, നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും. കാര്യം നിങ്ങൾക്ക് സ്വർഗത്തിലെ പൗരത്വമുള്ളവരാണ്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ സ്വർഗത്തിലെ പൗരത്വം ഉള്ളത് കൊണ്ടാണ് ലോകത്തിൽ ആരുടെയും പുറകെ പോകാത്ത പിശാചുക്കൾ നിങ്ങളുടെ പുറകെ വരുന്നത്. നിങ്ങളെ തകർക്കാൻ വേണ്ടി ഒന്നും അല്ല കേട്ടോ. നിങ്ങളെ എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്വർഗത്തിലെ പൗരനാന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ എന്നാ ഗുണമെന്നറിയാവോ? ഉണ്ടായിപ്പോയാൽ നിങ്ങൾ യേശുവിനെ പോലെ പെരുമാറാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ട്? യേശു പറഞ്ഞു, കാറ്റിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു, പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നു നമ്മൾ അറിയുന്നില്ല. ഞാനൊരു കാര്യം പറയാം, കർത്താവിനെ വിളിക്കുന്നവൻ എങ്ങനെ ഉയരുമെന്ന് ലോകത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കൂട്ടായ്മ ആചരിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിത്തീരുമെന്ന് നിങ്ങളുടെ അയൽവകക്കാരന് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും തിരിഞ്ഞു നോക്കാറുണ്ട്. എനിക്ക് ഒരു യോഗ്യതയും ഇല്ല ഈ നന്മകൾ അനുഭവിക്കുവാൻ. ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയമേ, കർത്താവേ എന്ത് യോഗ്യതയാ എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ യോഗ്യത യേശു ക്രിസ്തുവാണ്. കർത്താവ് എന്നെ വീണ്ടും ജനിപ്പിച്ചത്, കർത്താവ് എനിക്ക് സ്വർഗത്തിലെ പൗരത്വം തന്നതുകൊണ്ട്, കർത്താവിനാൽ വീണ്ടും ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ സ്വർഗത്തിലെ പൗരത്വം ലഭിക്കണമെങ്കിൽ, അമേരിക്കൻ പൗരത്വം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 വർഷം അമേരിക്ക താമസിച്ചാൽ മതി, അല്ലെങ്കിൽ ബ്രിട്ടനിൽ താമസിച്ചാൽ മതി. പക്ഷെ സ്വർഗത്തിലെ പൗരത്വം കിട്ടണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോയി താമസിക്കാൻ പറ്റും. നിങ്ങൾ പറ. ഇപ്പൊ അമേരിക്ക നമുക്ക് പോകാൻ പറ്റും, ജോലിക്ക് ഒരു വിസ കിട്ടിയാൽ ഫ്ലൈറ്റ് കയറി നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റും. സ്വർഗത്തിൽ പോകാൻ പറ്റുമോ നിങ്ങൾക്ക്? 5 വർഷം അവിടെ താമസിക്കാൻ പറ്റുമോ? ഇല്ല, വലിയ ബുദ്ധിമുട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ആ പൗരത്വം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഒറ്റ വഴിയേ ഉള്ളൂ, ആ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ജനിക്കണം. ആ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ ആദത്തിന്റെ തലമുറയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അവിടെ കയറാൻ പോലും പറ്റത്തില്ല. പാപിക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ എന്നാ വഴി? പാപരഹിതമായിട്ടുള്ള പാപവിമുക്തമായ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പൗരത്വം കിട്ടത്തുള്ളൂ. അതിനൊറ്റ വഴിയേ ഉള്ളൂ. യെശയ്യാവ് പറയുന്നു, യേശുക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും അവൻ ഹിമം പോലെ വെളുപ്പിക്കും. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതാണ് നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നാം ഏറ്റു പറയുമ്പോൾ നാം സ്വർഗത്തിൽ നിന്നും ജനിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. ആ നിമിഷം തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചിട്ട് എന്നാ പ്രശ്നം എന്നറിയാവോ? നമുക്കിപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യക്കാരനായിട്ടാണ്. അതാ കുഴപ്പം. നമ്മളിപ്പോഴും ജീവിക്കുന്നത് ഇന്ത്യക്കാരനെ പോലെയാ. നമ്മളിപ്പോഴും ജീവിക്കുന്നത് പാപിയെ പോലെയാ. അങ്ങനെയല്ല ജീവിക്കേണ്ടത്. സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചൊരു വ്യക്തിയാണോ നിങ്ങൾ? യേശു ക്രിസ്തുവിനെ നോക്ക്. കർത്താവ് എങ്ങനെയാ ജീവിച്ചത്? കർത്താവ് നടക്കുന്ന വഴിയിൽ എന്തെല്ലാം സംഭവിച്ചു? കർത്താവ് പോയ സ്ഥലങ്ങളിൽ എന്തെല്ലാം കർത്താവ് ചെയ്തത്? അതൊക്കെയും യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഞാൻ ചെയ്തതിലും അധികം കർത്താവിന്റെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ആരെങ്കിലും സൗമ്യ എന്ന് പേരുള്ള മകളുള്ള ആരെങ്കിലും ഉണ്ടോ? സൗമ്യ എന്ന് പേരുള്ള മകളുള്ള ആരെങ്കിലും ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് എന്നെ വലിയൊരു കാര്യം ഇന്ന് ആ മകളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് ചെയ്യാൻ പോവാ. സൗമ്യ എന്നാണ് പേര്. ആ മകളെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ എനിക്കറിയത്തില്ല. കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? മോളല്ലേ? ഓ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു സിസ്റ്ററെ. കർത്താവിനോട് പറയുന്ന അവളുടെ ഭാവിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. എന്നോട് ഇങ്ങനെ പറയുന്നു, ഈ ദിവസങ്ങളിൽ ആകുലതകളെ എറിഞ്ഞു കളഞ്ഞോണം. ഈ ദിവസങ്ങളിൽ മകളെക്കുറിച്ചുള്ള ആകുലതകൾ മാറ്റിക്കോണം. ദൈവം അവളുടെ ഭാവിയുടെ വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. പരിശുദ്ധ ആത്മാവ് തുറക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. വലിയൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഞാൻ അനുഭവിക്കുന്നു. വലിയൊരു ആത്മാവിന്റെ പകർച്ചയെ ഞാൻ ഇന്ന് അനുഭവിക്കുന്നു. നിങ്ങളുടെ മേലേക്ക് ആ കർത്താവ് ഇന്ന് പകരുവാനാകുക. അപ്പം നമ്മൾ സ്വർഗത്തിലെ പൗരത്വം ഉള്ളവരാ. ഇനി ശ്രദ്ധിച്ചോണം, സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച ആൾക്കാരുടെ പ്രത്യേകത ഞാൻ പറയാം. ഈ പൗരത്വം ലഭിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സ്നാനത്തിലൂടെ. ഇതൊന്നുമല്ല ഉത്തരം. ഉത്തരവേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഉത്തരം അത്രയേ ഉള്ളൂ. ജനനത്തിലൂടെ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സൂസ സഹോദരിക്കൊക്കെ അമേരിക്കൻ പൗരത്വം ലഭിച്ചത് 5 വർഷം താമസിച്ചതുകൊണ്ടാണ്. നമുക്ക് സ്വർഗത്തിലെ പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ കർത്താവായി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്ത്യാനിയാകും ലോകപ്രകാരം. പക്ഷെ സ്വർഗത്തിലെ പൗരത്വം കിട്ടണമെങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഏക സത്യ ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കണം. വിഗ്രഹങ്ങളെ വിട്ട് ഓടണം. കർത്താവായ യേശു ആകുന്ന ദൈവത്തെ നാം അംഗീകരിക്കണം. രക്ഷാമാർഗത്തെ നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ പൗരത്വം ലഭിക്കുന്നു. സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചാൽ എന്നാ ഗുണമെന്നറിയാവോ? സ്വർഗത്തിലെ പൗരത്വമുള്ള, ഇനി ഞാനൊരു കാര്യം പറയാം, സൂസ സഹോദരിയൊക്കെ അറിയാൻ പറ്റും. അമേരിക്കൻ പൗരനെ എവിടെയെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായാൽ അമേരിക്കയുടെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാം, അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളുടെ പ്രത്യേകതയുണ്ട്. അമേരിക്കയല്ല, മിക്ക രാജ്യങ്ങളുടെയും പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻസിന്റെ പ്രത്യേകതയുണ്ട്. ഏത് പ്രശ്നത്തിൽ ആ ഒരു പൗരൻ അകപ്പെട്ടാലും ആ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. എന്തു വില കൊടുത്തും ആ വ്യക്തി എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. അയാളെ രക്ഷിക്കും എന്നൊരു പോളിസി ആ രാജ്യത്തിനുണ്ട്. ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശ്രദ്ധിച്ചോണം, ആ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റുന്ന സമയത്ത്, അവിടെ ന്യായവിസ്താര സമയത്ത് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അധികാരി, എനിക്ക് നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ട്. യേശു പറയുന്നൊരു വാക്കുകൊണ്ട്, ഉയരത്തിൽ നിന്ന് അനുവാദം കിട്ടിയിട്ടല്ലാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്റെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കും. നിന്റെ മുമ്പിൽ എന്നെ നിർത്തിയത് കൊണ്ടാണ് നിനക്ക് എൻ്റെ മുമ്പിൽ എന്നോട് സംസാരിക്കാൻ പോലും പറ്റുന്ന. മനസ്സിലായോ? വലിയ രാജാവ് കളിച്ചിട്ട് പുള്ളി പറയുകയാണ്, എനിക്ക് നിന്നെ വിട്ടയക്കാൻ വരെ അധികാരമുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? എൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ടോ? കർത്താവ് പറയുക, ഇന്ന് നിന്റെ മുമ്പിൽ എന്നെ നിർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും കഴിയത്തില്ല എന്ന് ബൈബിളിൽ കർത്താവ് വ്യക്തമായി പറയുക.
എൻ്റെ അത് സ്വർഗത്തിലെ പിതാവ് അനുവദിച്ചത് കൊണ്ടാണ് ഇന്ന് നീ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമുണ്ട്. എനിക്കൊരു വിഷയമുണ്ടായാൽ ചുമ്മാതിരിക്കത്തില്ല. ആ രാജ്യത്തിൽ ദൂതന്മാരുണ്ട്, ശക്തന്മാരായ കെരൂബുകളുണ്ട്. അവരെന്നെ രക്ഷിപ്പാൻ ഇറങ്ങി വരും. കാര്യം ഞാൻ അവിടുത്തെ പൗരനാ. എൻ്റെ കൂടെ പറഞ്ഞ് ഞാൻ സ്വർഗത്തിലെ പൗരത്വമുള്ള ആളാന്ന് പറ. ഞാനിതെല്ലാം ബെനിഫിറ്റുകളാ പറയുന്നത്, ഒരു വിശ്വാസിയുടെ ബെനിഫിറ്റുകളാണ്. നിങ്ങളെ തൊട്ട വിവരം അറിയും. എന്റെ കൂടെ പറഞ്ഞ തൊട്ട വിവരം അറിയുന്നു പറ. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്യമുണ്ട്, എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ആവർത്തനത്തിൽ ഒരു വാക്യവാ. അതിപ്പോ ഏത് ശത്രുവായിക്കോട്ടെ, ലോകത്തിലെ ആരുമായിക്കോട്ടെ, ലോകത്തിൽ എന്തുമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, പ്രശ്നമായിക്കോട്ടെ, പിശാചായിക്കോട്ടെ, ബൈബിൾ പറയുന്നു എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഇത് പറഞ്ഞ് പ്രഖ്യാപിച്ചോണം. സ്വർഗത്തിലെ പൗരന്മാർ തിരിച്ചറിയണം, നിങ്ങൾ അടി കൊള്ളേണ്ടവരല്ല, പിശാചിനെ ചവിട്ടി മെതിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാ, രോഗത്തെ സൗഖ്യമാക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ഇറങ്ങി വന്ന സ്വർഗത്തിലെ പൗരത്വമുള്ളവരാ നിങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്ക് തന്നെ അറിയാലോ, ഒരു അമേരിക്കൻ പൗരനോ ബ്രിട്ടീഷ് പൗരനോ നമ്മുടെ രാജ്യത്ത് വന്നാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഒരു വ്യത്യസ്തത നമുക്ക് അവരിൽ കാണാൻ പറ്റും അല്ലേ? അവരുടെ വസ്ത്രത്തിൽ, അവരുടെ സംസാരത്തിൽ നമുക്കറിയാൻ പറ്റും. ഒരു വിദേശി നമ്മുടെ നാട്ടിലോട്ട് വന്നാൽ നമ്മളെപ്പോലെ അല്ല, നമുക്ക് അവരിലൊരു വ്യത്യസ്തത കാണാൻ പറ്റും. രൂപത്തിൽ, സംസാരത്തിൽ, കൾച്ചറിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതേപോലെ ദൈവരാജ്യത്തിലുള്ള വ്യക്തി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോകത്തോട് അനുരൂപരാകാൻ കഴിയത്തില്ല. യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? പാപത്തിലോ ശാപത്തിലോ മറ്റ് ലോകക്കാർ പോകുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ മുതൽ ബാറിൽ പോയിരുന്ന് അവരുടെ കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തമാശ പറയാൻ കഴിയത്തില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പൊട്ടച്ചൊല്ലും കളിവാക്കും പറഞ്ഞുകൊണ്ട് വിഗ്രഹത്തിന്റെ പുറകെ പോകാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്റെ കൂടെ പറ, എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറ. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കരുത്, എൻ്റെ കർത്താവേ എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ല, നിങ്ങൾ പറയണം, എനിക്കൊരു പ്രശ്നം വന്നാൽ എനിക്കൊരു ദൈവമുണ്ട്. ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ വിടുവിച്ച് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന്റെ ദൂതന്മാർ എനിക്ക് ചുറ്റുമുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും ഓഡിയോ ക്ലിയർ ആണോ? സിസ്റ്ററെ ശ്രദ്ധിച്ചോണം, ഒരാൾക്ക് ഓഡിയോ ക്ലിയർ അല്ലെങ്കിൽ ഇതൊന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും റീജോയിൻ ചെയ്താൽ മതി. ചിലപ്പോൾ അങ്ങനെ ഓഡിയോ കട്ടായി പോകുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഓഡിയോ കുറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരാൾക്കേ ഓഡിയോ കുറയുന്നുണ്ടെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് കയറിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഓഡിയോ കറക്റ്റ് ആവും. ഞാനൊരു സാക്ഷി നിങ്ങൾക്ക് ഇടയ്ക്ക് കേൾപ്പിക്കാം. എനിക്ക് യൂട്യൂബിൽ കാണുന്നവർ എനിക്ക് അയച്ചു തന്ന ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ചിലത് ഞാൻ കേൾപ്പിച്ചു, അവിടെ ഞാൻ സാക്ഷിക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാനത് കേൾപ്പിക്കാൻ. എന്തിനാണ് കേൾപ്പിക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കും, നമ്മുടെ വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിക്കാൻ ഇടയായിത്തീരും. ഞാനൊന്ന് പ്ലേ ചെയ്യാം, കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ഞാനൊരു 3-4 ദിവസമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഇനി മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ സാക്ഷ്യം കേൾപ്പിക്കാം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇതിൻ്റെ ഈ പ്രയറിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബ്രദർ ഒരു നമ്പർ പറഞ്ഞായിരുന്നു, ATM കാർഡിൻ്റെ പിൻ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് 7689 എന്നൊരു നമ്പർ പറഞ്ഞു. അത് ഞാൻ എൻ്റെ അമ്മയുടെ ATM കാർഡിൻ്റെ പിൻ നമ്പറാണത്. എനിക്ക് പ്രാർത്ഥനയിലൊന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആമേൻ. ഈ സിസ്റ്റർ ഇന്ന് പ്രയറിനുണ്ടോ? ഇത് നമ്മുടെ കൂടെ ഇന്നുണ്ടോ? ലൈവിൽ കയറിയിട്ടുണ്ടോ എന്ന് ലിങ്ക് അയച്ചു കൊടുത്തു. ഇന്നാ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ അയച്ചു തന്നതാണ് ഈ സാക്ഷ്യം. പക്ഷേ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഒത്തിരി വന്ന് കടന്നുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ആ ഒരു സാക്ഷ്യം കണ്ടത്. ആ സഹോദരി ഉണ്ട്, ഞാൻ പേര് വിട്ടുപോയായിരുന്നു സഹോദരിയുടെ. ആ സഹോദരി ഇന്ന് ഈ സൂമിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് മുമ്പേ ആണത് കണ്ടത്. അപ്പോഴാണ് ഞാൻ ലിങ്ക് അയച്ചത്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചോണം. എത്ര പേര് ആ ഒരു നമ്പർ കേട്ടായിരുന്നു? സിസ്റ്റർ പറഞ്ഞ നമ്പർ എത്ര പേര് കേട്ടായിരുന്നു? അപ്പോൾ സിസ്റ്റർ, ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ വേഗത്തിൽ തന്നെ ആ ATMന്റെ പാസ്കോഡാണ് സിസ്റ്റർ പറഞ്ഞത്, ആ നമ്പർ പറഞ്ഞത്. നിങ്ങൾ കേട്ടായിരിക്കും നമ്പർ. ആ നമ്പർ അവരുടെ അമ്മയുടെ ATMന്റെ പാസ്വേഡ്, അതായത് ഈ പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പാസ്വേഡ് ആരോട് പറഞ്ഞു കിടക്കുമോ? നിങ്ങളുടെ ATMന്റെ പാസ്വേഡ് നിങ്ങൾ എല്ലായിടത്തും പറഞ്ഞു കിടക്കുമോ?
ഇല്ല. ഇല്ല. അപ്പൊ എങ്ങനെ അത് വെളിപ്പെട്ടു? നിങ്ങൾ പറ, എങ്ങനെ വെളിപ്പെട്ടു? അപ്പൊ എന്തിനാ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പുള്ള ലൈവിലാണ് പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞത്, ഈ നമ്പറുള്ള ഒരു വ്യക്തി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ATM ആണ്, എനിക്കറിയാം ATM പോലത്തെ ഒരു നമ്പർ പോലെ കാണുന്നത്. കർത്താവ് ആ വ്യക്തിയെ, അപ്പം ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇങ്ങനെയൊക്കെ പറയും, ആൾക്കാർ ചിന്തിക്കും അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ദൈവം എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ കർത്താവും ശിഷ്യന്മാരും എല്ലാം ഇത് ചെയ്യുന്നുണ്ട്, അന്ന് ഇതൊന്നുമില്ല. നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുമെന്നാണ് കൊരിന്ത്യലേഖനം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ATM-ന്റെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ മറ്റാർക്കും അറിയത്തില്ല, നമ്മുടെ ഹൃദയത്തിന്റെ രഹസ്യമോ അല്ലേ ATM-ന്റെ പാസ്വേഡ്. ദൈവാത്മാവ് അത് വെളിപ്പെടും. ഞാൻ ഇഷ്ടം അപ്പം തന്നെ പറഞ്ഞു, ഇഷ്ടം അപ്പം തന്നെ പാസ്വേഡ് മാറ്റിക്കോണം, ഞാൻ ഇന്ന് ലൈവിൽ അത് കേൾപ്പിക്കും. അപ്പൊ കർത്താവ് ഇതെല്ലാം എന്തിനാ വെളിപ്പെടുത്തുന്നറിയോ? ഞാനിത് നിർത്തിയിട്ട് ഞാൻ പറയുമല്ല, ഇതെന്തിനാ വെളിപ്പെടുത്തുന്നറിയാവോ? യേശു നിങ്ങളെ കാണുന്നുണ്ട്, യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ കാണുന്നുണ്ട് എന്നതിന് കർത്താവ് എന്ത് ചെയ്യുകയാണ്? നമ്മളെ പ്രൂവ് ചെയ്യുക. അല്ല ഞാൻ ഈ സാക്ഷ്യം കേൾപ്പിച്ചത് ഇത് പറഞ്ഞതുകൊണ്ട് വലിയ സംഭവമാക്കാൻ വേണ്ടിയല്ല, എനിക്കത് സ്വന്തമായിട്ടൊരു ബലവാ, അത് വെറുതെ വിളിച്ചു പറയുന്നതല്ല എന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നും കർത്താവ് യേശു നമ്മളെ കാണുന്നുണ്ടെന്നും നമ്മുടെ അവസ്ഥകളെ മാറുമെന്ന് വെറുതെ പറയുവല്ല, ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രവചനങ്ങളും അത്ഭുതങ്ങളും ഒക്കെ. മറ്റൊരു സാക്ഷ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം. ഈ സഹോദരി എനിക്ക് ഉണ്ടോ എന്നറിയത്തില്ല ഇതിനകത്ത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്രദർ, ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഞാൻ യൂട്യൂബിൽ കൂടാണ് ബ്രദറിൻ്റെ വചനത്തെക്കുറിച്ച് കേൾക്കുന്നത്, കാണുന്നത്. ഈ മെയ് 30 ഞാൻ ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നത്. അന്ന് മുതൽ ഇന്ന് 12-ാം തീയതിയായി ഇതുവരെയും ആ ശബ്ദം ഒരു പ്രാവശ്യമല്ല എത്രയോ പ്രാവശ്യം കേൾക്കാമോ. രാവിലെ മുതൽ വയ്യോളം വെളുപ്പോളം ഒക്കെയും എൻ്റെ കണ്ണിൽ ഉറക്കം വരെയും എഴുന്നേൽക്കുമ്പോഴൊക്കെയും ആ വചനം ഇങ്ങനെ കേട്ട് തന്നെ ഞാൻ കിടക്കും. എൻ്റെ നാവിൽ നിന്നത് മാറത്തേയില്ല. എനിക്കത് വളരെ അനുഗ്രഹമായി. കാരണം എനിക്ക് നേരത്തെ ദൈവകൃപ ഉണ്ടായിരുന്നു, പക്ഷേ ഈ വചനത്തിൻ്റെ മർമ്മം അനുസരിച്ചിട്ടല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ വചനത്തിൻ്റെ മർമ്മം വ്യക്തമാക്കി എനിക്ക് തിരിച്ചറിയാൻ ഇടയാക്കി തന്ന ബ്രദറിന് ദൈവനാമത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ അന്ന് മുതൽ എല്ലാറ്റിനും മാറ്റം. എനിക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, എൻ്റെ ശാരീരികമായ രോഗമായിട്ടൊന്നും ഇല്ല, പ്രഷറിൻ്റെയും അതിവേദനയുടെയും ഒക്കെ. ഇതിനെല്ലാം അന്ന് മുതൽ എനിക്ക് നീക്കമാണ്. തന്നെയല്ല. ആമേൻ. പ്രിയ ആൻറ്റി, എനിക്ക് തോന്നുന്നത് ഇതെല്ലാം ഞാൻ ഇന്ന് ശരിക്കും പറയും, ഇന്ന് വൈകുന്നേരമാണ് ഈ കുറേ സാക്ഷി ഇനിയും കിടപ്പുണ്ട്, കുറച്ച് സാക്ഷ്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു യൂട്യൂബിൽ കാണുന്നവരാണ്. അപ്പോൾ പലപ്പോഴും ദൈവാത്മാ പറയാം, എനിക്കപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് സൂമിലുള്ളവരാണോ യൂട്യൂബിലുള്ളവരാണോ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പറയാൻ കാരണം നമുക്കറിയത്തില്ല എവിടെ നിന്നൊക്കെയാണ് ഇതൊക്കെ. ഇവർ പിന്നീട് കേട്ടവരാണിത്, ആ സമയത്ത് കേട്ടവരല്ല. സഹോദരി പറഞ്ഞത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനെന്ന വ്യക്തിയോട് ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ, ഈ വചനത്തെ വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞൊരു വാക്യം ഇതാണ്, ഒത്തിരി ശാരീരികമായിട്ടും ഒത്തിരി സൗഖ്യങ്ങളെയും വിടുതലുകളെയും കർത്താവ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. മറ്റൊരു സാക്ഷ്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. കേട്ടോണ്ടിരിക്കുന്നു. പാസ്റ്റർ അതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു, സെപ്റ്റംബറിൽ മാസം ജനിച്ച റൂബിൻ എന്ന ഒരു വ്യക്തി പ്രാർത്ഥനയിലുണ്ടോയെന്ന്. അതെൻ്റെ ഇളയ മകനാണ്. സെപ്റ്റംബർ 6-ാം തീയതിയാണ് ജനിച്ചത്. റൂബിൻ എന്നാണ് അവൻ്റെ പേര്. അവനെ ഓർത്ത് ദേവദാസൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. ആമേൻ. നിങ്ങൾ എത്ര പേര് കഴിഞ്ഞ ദിവസം അത് കേട്ടായിരുന്നു? സെപ്റ്റംബർ 6-ാം തീയതി ജനിച്ച റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കാൻ എത്ര പേര് കേട്ടായിരുന്നത്? ആമേൻ. പക്ഷെ ഇത് എനിക്ക് വന്നത് കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴാണ് ഈ ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുന്നത്. പക്ഷെ സഹോദരി സൂം പ്രയറിലുള്ളവരെന്ന് പറയും, ഈ 3 പേരും സൂം പ്രയറിൽ ഇന്ന് കയറുണ്ടെങ്കിൽ അറിയത്തില്ല. ഇവർ 3 പേരും ഒത്തിരി സാക്ഷ്യമുണ്ട്. ഈ 3 പേരും സൂമിൽ പങ്കെടുക്കുന്നവരെ അല്ല, ഇവർ യാദൃശികമായിട്ട് യൂട്യൂബിൽ എന്ത് ചെയ്തവരാണ്, കണ്ടവരാണ് യാദൃശികമായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ സൗകര്യം പറയുകയാണ്, യാദൃശ്യമായിട്ട് തകർന്നിരിക്കുമായിരുന്നു, ഭാരപ്പെട്ടൊരു സമയത്താണ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ പെട്ടെന്ന് എന്തോ കണ്ടത്. എനിക്കൊരു ദൈവശക്തി എങ്ങനെയാണെന്നുള്ള ഒരു ഹെഡ്ലൈനാണ് അവർ കണ്ടത്. അങ്ങനെ ഒരു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു പ്രവചനം കേൾക്കുകയാണ്, ആ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച മകനെ, ആ ഡേറ്റിൽ ജനിച്ച മകനെ യേശു തൊടുന്നു എന്നുള്ളത്. അതാണ് സൗകര്യം പറഞ്ഞത്. അങ്ങനെ ഓരോ സാക്ഷ്യങ്ങളും
കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളുടെ ഈ കേൾക്കുന്ന വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാ. നമ്മൾ എത്ര ഭാഗ്യവാന്മാർ ഈ വചനം കേൾക്കാനും വ്യാഖ്യാനിക്കുകയോ കൃപ ലഭിച്ചവർ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഉയരുവോ താഴുവോ? നിങ്ങൾ പറ. നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും. നമ്മുടെ സ്ഥിതി കാര്യം നമ്മുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം മനസ്സിലായോ? രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, ദൈവിക ആലോചന ആയിക്കോട്ടെ, പ്രവചനങ്ങളായിക്കോട്ടെ, ഇതൊക്കെയും നമ്മൾ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞത്, നിങ്ങൾ ഒരു ലേസി മറ്റിലിരിക്കരുത്. പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ സ്ഥിരമായിട്ട് പങ്കുചേരാൻ നിങ്ങൾ ശ്രമിക്കണം. എനിക്കറിയാം, ജോലി തിരക്കുകൊണ്ട് അത്രയും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒട്ടുമുക്കാലും ആൾക്കാർ ഒഴിവാക്കാറുള്ളൂ. നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ദിവസങ്ങളിൽ നാളെ നമുക്ക് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ, സൂമും നിറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അപ്പുറം ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ലോകരാജ്യങ്ങളിൽ പോകുവാൻ ചിലപ്പം നാളെ ഇതിനേക്കാൾ വലിയൊരു തിരക്കിലേക്ക് ഞാൻ പോയെന്നിരിക്കും. നിങ്ങളും അങ്ങനെ തന്നെ പോകും കേട്ടോ. നമ്മുടെ ഡോക്ടർ രാകേഷ് ബദർ അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് 28-ാം അധ്യായം 7-ാം വാക്യം ഇന്ന് ധ്യാനിച്ചതേ ഉള്ളൂ. ഇന്ന് ആ വാക്യം എടുക്കാൻ ഇടയായി തീർന്നു. അദ്ദേഹം ഡോക്ടർ രാകേഷ് കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടൽ. അന്ന് ഇദ്ദേഹം ഈ വചനം നോക്കാനും ഇന്ന് ഈ വചനം സംസാരിക്കാനും ഒക്കെ ആവർത്തന പുസ്തകത്തിലെ ആ വാക്യമൊക്കെ എടുക്കാനും ഒക്കെ വലിയ ദൈവത്തിൻ്റെ പ്ലാനാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ പലരും പിണങ്ങി പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ റിപ്ലൈ തരാൻ വൈകുമ്പം ചിലർ മെസ്സേജ് ഇട്ട്, ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ല, ഇന്ന് തന്നെ ഞാൻ ഇത് ഒരാഴ്ച മുമ്പ് വന്ന് കിടന്ന സാക്ഷ്യമാണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാഴ്ച മുമ്പ് കിടന്ന സാക്ഷ്യമാണ്. ആ സഹോദരി വീണ്ടും അയച്ചു, ബ്രദറെ അത് കണ്ടോന്ന് ചോദിച്ചുകൊണ്ട് അയച്ചത് കൊണ്ടാണ് ഞാനത് രണ്ടാമത് നോക്കിയപ്പോഴാണ് ഇന്നത് കണ്ടത്. അപ്പം അത്രത്തോളം ചിലർ എന്ത് ചെയ്യും, പിണങ്ങും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നാളെ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ക്ഷമ ആവശ്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഇന്ന് ഈ സൂമിലേക്ക് നമ്മൾ ഇത്രയും പേര് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഇത് ഇത്രയും വരുന്നതിന് മുമ്പ് ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ. ഞാനിത് സാക്ഷി ഇടയ്ക്ക് പറഞ്ഞത് ഇതുമായിട്ടൊക്കെ ഇതിൻ്റെ അടുത്ത് വരുന്ന വാക്കുകൾ നമ്മൾ ഇതുമായിട്ട് ബന്ധമുള്ളവരാ. അപ്പം സ്വർഗത്തിലെ പൗരത്വം, എനിക്കിപ്പം സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പല കാര്യങ്ങളും വെളിപ്പെട്ടല്ലോ. പ്രവചന ആലോചനകളായിക്കോട്ടെ, ഇപ്പം തുടക്കത്തിൽ ആ സഹോദരി പറഞ്ഞ പോലെ അമ്മയുടെ ATM-ൻ്റെ പാസ്വേഡാണ്. ആ സഹോദരി ഇന്നും സൂം പ്രയറിൽ വന്നിട്ടില്ല കേട്ടോ, ജോയിൻ ചെയ്തിട്ടില്ലെന്ന് ഓർത്തോണം. ഉണ്ടോ എനിക്കറിയത്തില്ല, കയറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഒരാളാണ്. അപ്പം അവരുടെ ലൈഫിൽ ഹൃദയത്തിലുള്ള ആ രഹസ്യത്തെ ഇവിടെ ഇരിക്കുന്ന ഈ UK ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥന കണ്ടക്ട് ചെയ്യുന്ന വ്യക്തി, കേരളത്തിലിരിക്കുന്ന ഏതോ ഒരു ജില്ലയിലിരിക്കുന്ന അവരുടെ പേഴ്സിൻ്റെ അകത്തിരിക്കുന്ന ATM-ൻ്റെ പാസ്വേഡ് പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ നടുവിൽ വെളിപ്പെടുത്തുക. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം, അവർ ആ സമയത്ത് പ്രാർത്ഥന കണ്ടിട്ടേയില്ല, ലൈവിൽ ആ പ്രാർത്ഥന കണ്ടിട്ടില്ല, യൂട്യൂബിൽ നമ്മുടെ മെമ്പറല്ല, നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് അവർക്ക് ബന്ധമില്ല. ആ സഹോദരി പറഞ്ഞത് സ്ക്രോൾ ചെയ്ത് പോകുന്ന വഴിക്ക് എന്തോ ഒരു ഹെഡിങ് കണ്ടു, അത് കണ്ട് കയറിയതാണ്. അങ്ങനെ കയറിയ സമയത്താണ് ഇത് വെളിപ്പെടുന്നത്. അപ്പം ആലോചിച്ച് നോക്കി, ഒരു കണക്ഷനും ഇല്ല. ഇനിയിപ്പം നിങ്ങൾക്കിപ്പം എന്നെ ഇപ്പം അറിയാവുന്ന ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരുടെ പേരോ ഡീറ്റെയിൽസോ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബ്രദർ നേരത്തെ അറിഞ്ഞ് അവർക്കെല്ലാം അറിയാവുന്നവരാ. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചുമ്മാ പുള്ളി ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നതാ, അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാ. ഇത് ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. അതാ എന്നെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാ, കർത്താവ് എത്രത്തോളം നമ്മളെ കണക്ട് ചെയ്യുവാനാകും. നിങ്ങളൊക്കെ എവിടെയോ കടന്ന ആൾക്കാരല്ലേ, നമ്മളൊക്കെ എവിടെയോ കടന്ന ആൾക്കാരാ. നമ്മളെല്ലാം കർത്താവ് ഒരുമിച്ച് കൂട്ടിയതിൻ്റെ കാരണം ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഈ സ്വർഗത്തിലെ പൗരത്വം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. റോമാലേഖനം 6-ാം അധ്യായം വായിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കുക, റോമാലേഖനം 6-ാം അധ്യായം നിങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് സ്നാനത്തെ പറ്റി. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അത് തൊട്ടു പോകത്തേ ഉള്ളൂ. ഞാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇത് കൂടുതലെന്ന് അറിയാൻ, ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ? ആമേൻ. ശ്രദ്ധിച്ചോണം. ഇനി അടുത്തൊരു സംഭവമാണ്, കർത്താവ് യേശുവിനോട് കൂടെ ചേരുവാൻ സ്നാനം. ഈ പൗരത്വം ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടതാണ് സ്നാനം. ഞാൻ പറഞ്ഞല്ലോ, സൂസൻ സഹോദരിക്ക് അമേരിക്കൻ പൗരത്വം ലഭിച്ചതിന്റെ കാരണം 10 വർഷം അവിടെ താമസിച്ചതുകൊണ്ടാണ്. ഇന്ത്യയിൽ താമസിച്ചതുകൊണ്ടല്ല, അമേരിക്കയിൽ താമസിച്ചതുകൊണ്ട് അമേരിക്കൻ പൗരത്വം ലഭിച്ചു. ഇനി അമേരിക്കയിൽ ജനിച്ചൊരു കുഞ്ഞിന് എന്ത് ചെയ്യും? അവിടുത്തെ പൗരത്വം ലഭിക്കും. നമ്മൾ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ബൈബിൾ എടുക്കണം, ബൈബിൾ തുറക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അറിയുന്നല്ലോ.
ശ്രദ്ധിച്ചോണം. ഇനി എന്താണ് ഈ സ്നാന ശുശ്രൂഷ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ പറയുന്നുണ്ട്. ഇതിലൊത്തിരി സംഭവമുണ്ട്. മരണ ശുശ്രൂഷയുണ്ട്, സ്നാന ശുശ്രൂഷയുണ്ട്. ഇതെല്ലാം കടന്നു പോകണം നമ്മൾ. ഇതെല്ലാം കടന്നു പോകുമ്പോഴാണ് നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നത്. സ്വർഗീയ പൗരത്വം കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ചിലർ പറയത്തില്ലേ അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്നും, കനേഡിയൻ പൗരത്വം കിട്ടിയാൽ രക്ഷപ്പെടുമെന്നും, ഈ ബ്രിട്ടനിലെ പൗരത്വം കിട്ടിയാൽ രക്ഷപ്പെടുമെന്നും പറയുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാൾ വലിയ പൗരത്വം കേട്ടോ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചാൽ. യേശു ക്രിസ്തു എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിച്ചത്, കർത്താവ് തന്നെ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എൻ്റെ ദൈവമേ, എന്തൊരു വാക്കാത് പറഞ്ഞേക്കുന്നത്. നമ്മളാണെങ്കിൽ എൻ്റെ ബ്രദർ എൻ്റെ കടഭാരം ഒന്ന് മാറണേ, എൻ്റെ പ്രശ്നം ഒന്ന് മാറണേ, എൻ്റെ രോഗം ഒന്ന് മാറണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നിലവിളിക്കുമ്പോൾ യേശു പറയുകയാണ്, ആ വാക്യം വേഗത്തിൽ എടുത്തു വെച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്യം ഒന്ന് വേഗത്തിലെടുത്ത് യേശു പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും എന്നുള്ള വാക്യം വേഗത്തിൽ എടുക്കാൻ പറ്റുന്നിടത്ത് എടുക്കാൻ പറ്റുന്നിടത്ത് ഏതാ വേഗത്തിലെടുത്ത ആ വാക്യം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഇന്ന് നമ്മൾ ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യണം, പ്രാർത്ഥനയിൽ പങ്കുചേരണം. അപ്പോൾ തുടർമാരമായിട്ട് നമ്മൾ ഈ പൗരത്വത്തെ പറ്റി, ഇത് വലിയൊരു മർമ്മമാണ്. ഈ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ഗുണം എന്നറിയോ, നിങ്ങൾ 100 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഒറ്റ വാക്കിൽ. യോഹന്നാൻ 14:12 അല്ലേ? യോഹന്നാൻ 14:12 ഞാൻ ആ വാക്യം കാണിക്കാം. എത്ര കാണാൻ പറ്റുന്നുണ്ട്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലുത് ചെയ്യും. ഇതാരെ പറ്റിയാ പറഞ്ഞേക്കുന്നത്? എൻ്റെ ദൈവമേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ എൻ്റെ ബ്രദറെ എൻ്റെ കടഭാരം ഒന്ന് മാറ്റിക്കിട്ടണേ, എൻ്റെ രോഗം ഒന്ന് മാറ്റിക്കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, ഞാൻ ചെയ്തതിലും അധികം. ശ്രദ്ധിച്ച് നോക്കി, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയത് ചെയ്യും. ഞാൻ ചോദിച്ചോട്ടെ, യേശു ചെയ്ത കാര്യങ്ങൾ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കി. മരിച്ച് നാറ്റം വന്ന് 4 ദിവസമായ ഒരു ഡെഡ് ബോഡിയെ പേര് വിളിച്ചെണീപ്പിച്ചു. ഒരു വിലാപയാത്രയായൊരു വിധവയുടെ മകൻ മരിച്ചുപോയ വഴി പോകുമ്പോൾ യേശു അഭിമുഖമായിട്ട് വന്നു. ബൈബിൾ പറയുന്നു, യേശു മഞ്ചൽ തൊട്ടു, അവൻ ചാടി എണീറ്റു. തിമായിയുടെ മകനായ ബർത്തിമായി വിളിച്ചു പറഞ്ഞു, നാഥാ എന്നോട് കരുണ തോന്നണം ദാവീദ് പുത്ര. കർത്താവ് അവനോട് പറഞ്ഞു, കാഴ്ച പ്രാപിക്കുക. കുരുടനായ മനുഷ്യൻ കാഴ്ച പ്രാപിച്ചു. ശിലോഹം കുളത്തിലോട്ട് പോയി മനുഷ്യനോട് പറഞ്ഞു, നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണു തുത്തിട്ട് പറഞ്ഞു, പോയി കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അവന് കാഴ്ച കിട്ടി. 32 സംവത്സരമായി തടന്നു കിടന്ന മനുഷ്യനോട് പറഞ്ഞു, എണീറ്റ് നിന്റെ കിടക്കിയെടുത്ത് നടക്കാന്ന് പറഞ്ഞു. അവൻ ചാടി എണീറ്റ് നടന്നു. ബൈബിൾ പറയുന്നു, യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എൻ്റെ ദൈവമേ, കേട്ടോന്ന്? ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ മാറും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളൊരു സാക്ഷ്യമായിട്ട് മാറും. ഞാൻ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുവല്ല, എൻകറേജ് ചെയ്യിപ്പിക്കുവല്ല, സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ നടക്കുന്ന അത്ഭുത രോഗസൗഖ്യങ്ങളൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ബലപ്പെടുത്തുക. ഇതൊന്നും അല്ല കേട്ടോ. ഇനി നിങ്ങൾ പറയാൻ പോവാ, ബ്രദറെ എന്നിലൂടെ, ഞാൻ അവസാനം ആ സഹോദരി പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, ഈ കുറേ തകർച്ചയിലൂടെ കടന്നുപോയി യേശുവിൻ്റെ വചന നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വചനം കേട്ടിട്ട്. ഒത്തിരി രോഗസൗഖ്യം മകളിലൂടെ നടന്നെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തകർന്നിരിക്കുമായിരുന്നു, അങ്ങനെ വചനം കേട്ടത്, വചനം കേട്ട് ബലപ്പെട്ട് രോഗസൗഖ്യമായി, തകർന്ന അവസ്ഥ മാറി. ഇപ്പോൾ അനേകരെ സൗഖ്യമാക്കുക പ്രാർത്ഥിച്ച്. ലെവല് മാറിയത് കണ്ടോ? ലെവല് മാറിയതുകൊണ്ട് ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ പ്രശ്നം മാറും, നിങ്ങളുടെ അവസ്ഥകൾ മാറും. യേശുവിൻ്റെ നാമത്തിൽ. സോഫിയ എന്ന് പറഞ്ഞ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സോഫിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നു. സോഫിയ എന്നാണ് പേര്. ആ വ്യക്തിയെ, കുടുംബത്തെയും കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ഈ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ സോഫിയയുടെ ഭവനത്തിലേക്ക് വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. അതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു, കർത്താവ് വലിയ അത്ഭുതം. ആരാത്? ഓ, യേശുവിനകത്ത് സഹോദരി. കുറച്ചു മുമ്പേ സഹോദരിയുടെ മോളെയല്ലേ പറഞ്ഞത്? ഇപ്പം സൗമ്യ ഏറ്റെടുത്തോ? സൗരി സോഫിയ സഹോദരി അല്ലേ? ഏറ്റെടുത്തു. ആ കുടുംബത്തെ കർത്താവ് കണ്ടു. നിങ്ങളെ കുടുംബമായിട്ട് ദൈവം കണ്ടിരിക്കുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് തൊടുക കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങളെ കുടുംബമായിട്ട് ദൈവം ഒരു ചെങ്ങല പൊട്ടുന്നത് പോലെ പൊട്ടിക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ വലിയൊരു വെല്ലുവിളിയിലൂടെ കടന്നു പോവുക. കർത്താവോട് പറയുന്നു, ഞെരുക്കത്തിങ്ങളുടെ മേൽ വിശാലത ഉണ്ടാകാൻ പോവുക. തല കുനിക്കപ്പെട്ടോടത്തൊക്കെയും തല ഉയർത്തിപ്പിടിച്ച് മാനിക്കാൻ പോവുക. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ കാണിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ചില വസ്തുവിൻ്റെ അകത്തു നിന്ന് രൂപാന്തരം വരുത്താൻ പോവുക. മാറ്റത്തെ കർത്താവ് കൊണ്ടുവരാൻ പോവുക. പറിച്ചു നടാൻ പോവുക ദൈവം. ഓ ഹല്ലേലൂയ.
യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. നമ്മൾ ഈ ദിവസങ്ങളിൽ വലിയൊരു വിഷയം കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ, പൗരത്വം. മറക്കരുത്, ഇത് മിസ്സാക്കരുത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒറ്റ പ്രാർത്ഥന മിസ്സാക്കരുത്. സ്വർഗത്തിലെ പൗരത്വം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, സ്വർഗത്തിലെ പൗരത്വം. യേശു ഏറ്റെടുത്തോ? സഹോദരി ആരെ? സഹോദരിയോ? എന്റെ ചേച്ചിയുടെ പേര്, സ്വന്തം ഏറ്റെടുത്തു. മകളുള്ള ആരാ? സോഫിയക്ക് ഒരു മകള് ഞാൻ കാണുന്നുണ്ട്. അതെന്ന് ചാരെന്ന് ഏറ്റെടുത്തു. മകളുണ്ട്. ഓ, മകളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ. വിശാലത ഉണ്ടാകട്ടെ. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കൃപ ചൊരിയുന്നല്ലോ. എന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വൻ കാര്യങ്ങളെ ചൊരിയുന്നു. ഈ ദിവസങ്ങളിൽ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച കർത്താവെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമല്ലോ. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, മലകളെ നീക്കാൻ ശക്തിയുള്ളവരാണ് നമ്മളെ ഈ ദിവസങ്ങളിൽ പിശാച് പറ്റിയെന്നറിയാവോ? ഓ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ച് ഗതികെട്ട് പോകണം. അല്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരല്ല, മലകളെ നീക്കുന്നവരാ നിങ്ങൾ പറഞ്ഞാൽ സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ അത് സംഭവിക്കും, തലമുറകളുടെ മേൽ സംഭവിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒത്തിരി ആളുകളുടെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ആ സാക്ഷ്യത്തിൻ്റെ അകത്തുനിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ബ്രദർ ഇങ്ങനെ ഇന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലല്ല, നമ്മൾ ഈ കേൾക്കുന്നതിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഇരട്ടി സാക്ഷ്യം ഞാൻ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുക, ഈ കർത്താവ് നിങ്ങളെ, ഞാൻ ഇന്ന് സെബീബദനോട് വൈകുന്നേരം അദ്ദേഹത്തെ ഞാൻ വോയിസ് അയച്ചു. അദ്ദേഹം വലിയൊരു ഫിനാൻഷ്യൽ സ്ട്രഗിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ തകർച്ചയിലൂടെ കടന്നുപോയ ആൾക്കാർ, ഈ തകർച്ച ചെറുതാന്ന് ഞാൻ പറയുമല്ല കേട്ടോ. ഞാൻ സെബീബദനോട് പറഞ്ഞു, നിങ്ങളുടെ വിഷയം ചെറുതാന്ന് ഞാൻ പറയുമല്ല, ഇതിനേക്കാൾ വലിയ വിഷയത്തിലൂടെ പോകുന്നവരെ എനിക്ക് അവരോട് സംസാരിക്കാൻ പോലും വാക്കില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞു, ഇല്ല, വഴി തുറക്കും, മാനിക്കും. എവിടെയാണോ ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നത് അവിടെ തന്നെ ഉയർത്തും ദൈവം. തെളിവെന്നാ? ബൈബിള് വായിക്ക്. നിങ്ങൾ ഇസ്രായേലിനെ പറ്റി പഠിക്കണം ബൈബിളിൽ. ഇന്ന് ലോകത്തിൽ നിങ്ങൾ ഇസ്രായേലിനെ പറ്റി നോക്ക്. എവിടേക്കാണ് അവർ ഉടച്ച് തകർക്കപ്പെട്ടത്, അവിടെ തന്നെ ദൈവം ഉയർത്തി വെച്ച് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി ദൈവം അവരെ മാറ്റിയിരിക്കുക. എന്നാ വലിപ്പമുണ്ട്. ഇന്ന് ലോകത്തിൽ അവരെ ഡയറക്റ്റ് ആക്രമിക്കുവാൻ ഒരു ഏത് രാജ്യവും ഒന്നും മടിയും. കാരണം അത്രത്തോളം ശക്തി പ്രാപിച്ചത് ചെറിയൊരു രാജ്യമായതുകൊണ്ടാണ്. അവരുടെ ചെറിയൊരു രാജ്യമായതുകൊണ്ടല്ല, അവരുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. നിങ്ങൾ അവരുടെ മുഴുവൻ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പഠിച്ചാൽ മതി. ഞാൻ പറയുന്നത് പിറുപിറുക്കുന്ന ഇസ്രായേലിനെ പറ്റിയല്ല, പിന്മാറിപ്പോകുന്ന ഇസ്രായേലിനെ പറ്റിയല്ല, അവിടെ വിശ്വാസത്തോടെ നിൽക്കുന്ന ഇസ്രായേലിനെ പറ്റി ഞാൻ പറഞ്ഞത്. ബൈബിൾ പറയും, നാം ദൈവത്തിന്റെ ഇസ്രായേൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. നാം ദൈവത്തിന്റെ ഇസ്രായേൽ. ഒരു പുതിയ നിയമ വിശ്വാസി, നിങ്ങളെ കാട്ടൊലി, അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. നമുക്ക് ഇസ്രായേൽ പൗരത്വം ലഭിച്ചവരാ. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഒപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങളും ഈ നിമിഷം ഒന്ന് മനസ്സിൽ കൊണ്ടു നമ്മൾ അതിനെ മുഴുവൻ ഒന്ന് തകർക്കാൻ പോവുക. സകല പ്രാർത്ഥന വിഷയങ്ങളെ തകർക്കാൻ പോകും. എങ്ങനെ തകർക്കാൻ പോകുന്നത്? ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ വചനം പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെയാ, ദൈവത്തിന്റെ വചനം തീ പോലെയാ, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വളിനേക്കാൾ ഇതുകൊണ്ടാണ് നമ്മൾ വെട്ടി കത്തിച്ചതിനെ തകർക്കാൻ പോകുന്നത്. സകല വിഷയങ്ങളും മാറും. രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചേ, എന്നിട്ട് പറ, ഈ രോഗം ഞാൻ സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച ആളാ, യേശുവിൽ വിശ്വസിക്കുന്ന ആളാ, ഞാൻ ഈ രോഗം ചുമക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. എൻ്റെ കർത്താവേ, എൻ്റെ രോഗം ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തിൽ കരുണ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ അവകാശി. രോഗസൗഖ്യത്തിന് നിങ്ങളാണ് അവകാശി. യേശുവിൻ്റെ തിരുമുറിവിൽ നിങ്ങളാണ് അവകാശി. യേശുവിൻ്റെ മക്കളാ നിങ്ങൾ, ദൈവത്തിൻ്റെ മക്കളാ നിങ്ങൾ. സമൃദ്ധി നിങ്ങളുടെ അവകാശമാണ്. ആ പേഴ്സൊക്കെ ഒന്ന് എടുത്തു വെച്ചേ, ആ ATM ഒക്കെ ഒന്ന് എടുത്തു വെച്ചേ, ആ ബാഗും എല്ലാം ഒന്ന് എടുത്തു വെച്ചേ. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൈ വെച്ചിട്ട് പറയും, ഇത് നിറഞ്ഞു വരും. എന്നിട്ട് ബ്രദറെ, ആകെ എനിക്ക് ഇച്ചിരി ശമ്പളമുള്ളൂ, വർദ്ധിക്കാൻ പോവാ. എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞ ചില ജോലി മേഖലകളിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വർധനവുണ്ടാകാൻ പോവുക. പൊസിഷനുകളെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവുക. ബിസിനസ്സിൻ്റെ അകത്തോട്ട് വലിയൊരു ബ്രേക്ക് ത്രൂകൾ ഉണ്ടാകാൻ പോവുക. നിലയ്ക്കാത്ത ഉറവകൾ ദൈവം തുറക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന കൈവച്ച് ആരാധന യേശുവേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക.
ഞാൻ അവകാശിയാണ്. ഞാൻ അത്ഭുതം കാണും, അത്ഭുതം കാണും, അത്ഭുതം കാണും, അത്ഭുതം കാണും. ഇപ്പോൾ ഞാൻ അത്ഭുതത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. യേശുവിന് നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരുന്നാലും, ഏത് രാജ്യത്തിരുന്നാലും, ലോകത്തിന്റെ ഏതറ്റത്തിരുന്നാലും കർത്താവിന്റെ ശക്തിയാൽ നിങ്ങളെ തൊടുകയാണ്. ഇന്ന് കർത്താവ് ഞങ്ങൾ ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കൃപാവരങ്ങളാൽ ഇവരെ തൊടുന്നല്ലപ്പ, കൃപാവരങ്ങളാൽ തൊടുന്നല്ലപ്പ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങയുടെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നപ്പ. പിതാവേ, അങ്ങ് തൊട്ട് വിടിവിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങ് തൊട്ട് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നപ്പ. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളിത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന യേശുവേ. ബ്ലസ് ഈ കൂട്ടത്തിൽ കർത്താവ് പറയുന്നു, ഒരു നിശയെ ദൈവം തൊടുക, നിശയെ ദൈവം തൊടുക. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. നിശയെ ദൈവം സ്പർശിക്കുക. നിശയുടെ ഭാവിയെ അടഞ്ഞ വഴികളെ സ്വർഗം തുറക്കാൻ പോവാണ്. നിശയായിട്ട് ആരാണോ ബന്ധം, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. നിശയെ തമ്പുരാൻ തുറക്കാൻ പോവാ. മോളാണോ? എൻ്റെ മോൾ ഓ, പിടിച്ചോ, യേശുവിനകത്ത് കൈവച്ചു. മോൾ അടുത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏറ്റെടുത്തോ. മകളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ഭാവിയുടെ വഴി തുറക്കുക. ദൈവം തുറന്നാലൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് അതിശയം ഉണ്ടാവും. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തുറക്കട്ടെ. നിങ്ങളുടെ ഞാൻ അടുത്ത ദിവസം കൂടെ ഒരു വലിയൊരു മർമ്മം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് തുറക്കാനും അടയ്ക്കാനും അധികാരമുണ്ട്. നിങ്ങൾക്ക് ഒരാളുടെ നന്മയെ, അവരുടെ ജീവിതത്തെ, അവരുടെ ഭാവിയെ തുറക്കുവാൻ. ഞാൻ മകളെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചു, മകളെന്ന് പറഞ്ഞു. കർത്താവെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അതിലോട്ടും കൂടെ ഇതെല്ലാം കണക്ട് ചെയ്ത് വരാമ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള നന്മകളെ തുറക്കാനും പിശാചിൻ്റെ വഴികളെ അടയ്ക്കാനും നിങ്ങൾക്കുള്ള കപ്പാസിറ്റി. ഞാൻ മൊത്തത്തിൽ പറയുവാണ്, ഒരാളോടല്ല. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ ആ വചനത്തിലേക്കൊക്കെ വരുന്നുണ്ട്. അടയ്ക്കാനും തുറക്കാനും, ഒരാളെ ബ്ലസ് ചെയ്യാനും, അവരുടെ അടഞ്ഞ വാതിലിനെ തുറക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് ഈ വീണ്ടും ജനിച്ച പൗരത്വമുള്ളവർ. അതിലേക്കൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഈ മർമ്മം കർത്താവ് പരിശുദ്ധാത്മാവ് ഇടപെട്ട സമയത്ത് ഞാൻ തന്നെ അതിശയിച്ചു. ദൈവമേ, കർത്താവിൽ ഞാൻ നിസാരക്കാരനല്ല. നമ്മൾ ഇത്ര നാൾ നമ്മളെ പിശാച് പഠിപ്പിച്ച് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, പ്രാർത്ഥിക്കുന്നവൻ ഇടി കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നവൻ പരിഹാസിയാകണമെന്നും പ്രാർത്ഥിക്കുന്നവൻ നിന്നാപാത്രമാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും, എൻ്റെ സാക്ഷിയാകുമെന്ന് പറഞ്ഞത്. ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്, കർത്താവിൻ്റെ സാക്ഷിയാണ് ഞാൻ. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, അത്ഭുതം നടക്കുന്നല്ലോ, ദൈവപ്രവൃത്തി നടക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ഉറപ്പിച്ചു പറയും, നിങ്ങളുടെ അന്തരീക്ഷത്തെ കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും കർത്താവ് ഭംഗിയായിട്ട് ചെയ്തു. നമുക്ക് ഈ നിമിഷം സാക്ഷ്യങ്ങളുള്ളവർക്ക് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. ആലോചനകൾ ഇടപെട്ടവർക്കും പറയാനുള്ള സമയമാണ്. ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ യൂട്യൂബിൽ നിന്ന് ഈ സാക്ഷ്യം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കുന്നത് നല്ലത്. യൂട്യൂബിൽ ഉള്ളവർ മാക്സിമം സാക്ഷ്യം അയക്കുന്നവർ. ഇനി ഒത്തിരി സാക്ഷ്യം കിടപ്പുണ്ട്. ഞാനതിങ്ങനെ എടുത്തെടുത്ത് വരുമ്പോഴാണ് കുറേ സാക്ഷ്യം ഞാൻ കണ്ടു. പക്ഷേ പല ആൾക്കാരുടെയും എനിക്കത് നമുക്കെല്ലാം കൂടെ ഇതുപോലെ എഡിറ്റ് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റുന്ന, ഡൗൺലോഡ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് ഒത്തിരി സാക്ഷ്യം കിടപ്പുണ്ട്. അല്ലാതെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പോലെ ഈ സൗണ്ട് ഇങ്ങനെ എരപ്പ് വരും, ക്ലിയർ ആകത്തില്ലെന്ന് ഒത്തിരി പേര് പറഞ്ഞു, ഡയറക്റ്റ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ കഴിവതും വന്ന് എന്ത് ചെയ്യുക, സാക്ഷ്യങ്ങൾ പറയാൻ ശ്രമിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് സാക്ഷ്യങ്ങളോ ആലോചന ഉള്ളവർ ഈ സമയം പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്. ഒരാൾ പറയാൻ തുടങ്ങിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ പ്രയർ റിക്വസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടാണ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റൊക്കെ നിങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കുക. നിങ്ങളുടെ എല്ലാ പ്രയർ റിക്വസ്റ്റും വാട്സാപ്പിൽ അയക്കുക. ഞാനതെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, കാണുന്നതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ്. കഴിവതും നിങ്ങൾ ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. കഴിവതും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുമല്ല, നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. വാട്സാപ്പിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞോ, റിക്വസ്റ്റ് ഒന്ന് കേട്ടോട്ടെ. ഒരു മിനിറ്റ് പറഞ്ഞു. പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എന്റെ മമ്മിക്ക് ഇന്നലെ ഒരു 2 ദിവസമായിട്ട് നെഞ്ചിനേന പോലെ ഒരു നെഞ്ചിനകത്ത് വിഷമം പോലെ വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ മമ്മി ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞാൻ ആ സമയത്ത് എന്നോട് വചനം വെച്ച് പ്രാർത്ഥിച്ച് ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഇല്ലാതാവട്ടെ എന്ന് മല പോലെയുള്ള വിശ്വാസം
ബ്രദർ ഇന്നലെ പറഞ്ഞ ആ വചനം ഞാൻ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്കൊരു അത്ഭുതം പ്രവർത്തിച്ചു. ആ ഒരു ബ്ലോക്കും ഇല്ല എന്നുള്ളത് എൻ്റെ മമ്മിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആമേൻ. ഓ, ഇത് വലിയ സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ മമ്മിക്ക് ബ്ലോക്ക് ആയിരുന്നു. അപ്പം അത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ സഹോദരി പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചോണം, എനിക്കിത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാക്ഷ്യമാണ്. നിങ്ങൾ പറഞ്ഞാൽ അവിടെ സംഭവിക്കും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഒരു ബ്ലോക്കും ഇല്ലെന്ന്, അങ്ങനല്ലേ സിസ്റ്റർ പറഞ്ഞത്? ഒരു ബ്ലോക്കും ഇല്ല എന്ന് ഡോക്ടർ പറയത്തക്കവണ്ണം കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. കർത്താവിന് സ്തുതി. ആ സാക്ഷ്യത്തിന് നന്ദി. പറഞ്ഞു സിസ്റ്ററെ. തീർച്ചയായിട്ടും എന്റെ മമ്മിക്കും എന്റെ സഹോദരിമാർക്കും ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ അവർക്ക് ഈ സാക്ഷ്യം എനിക്ക് പറയണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. എന്റെ മമ്മിക്കും സഹോദരിക്കും ഞാൻ ഈ സാക്ഷ്യമായിട്ട് തന്നെ ഇത് പറയാൻ ദൈവം എന്നെ ഇടവരുത്തണം. ഞാൻ ഇങ്ങനെ കഠിനമായിട്ട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു അത്ഭുതം എന്റെ അപ്പൻ എനിക്ക് ചെയ്തു. സ്വന്തത്തിനായ എന്റെ പിതാവ്. തീർച്ചയായിട്ടും സിസ്റ്ററെ, നമ്മൾ സിസ്റ്റർ ഇന്ന് വ്യക്തമായിട്ട് തന്നെ സംസാരിക്കും. സിസ്റ്ററിലൂടെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും കൈവച്ചിട്ട് പറയണം, ഞാൻ നന്നായിട്ട് സംസാരിക്കും. അങ്ങനെ മാത്രമല്ല, സൗണ്ട് ക്ലിയർ അല്ല, ഓഡിയോ ക്ലിയർ അല്ല. സൗണ്ട് ക്ലിയറാ. അല്ലെങ്കിൽ നിങ്ങളുടെ സൂം സൗണ്ട് കിട്ടും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററെ നാവെ കൈവച്ചിട്ട് പറഞ്ഞോണം, എൻ്റെ നാക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ ഈ കാണുന്ന അത്ഭുതങ്ങളൊക്കെ നമ്മളെ ബലമാണ്. ഞാൻ പൂർണ്ണമായി ഊമനെ സംസാരിക്കുകയും ചികടൻ്റെ ചെവി തുറക്കുകയും, ഈ വാക്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ് എനിക്ക് പുതിയ നാക്ക് തരും. ഞാൻ നന്നായി സംസാരിക്കുമെന്ന് തന്നെ സിസ്റ്റർ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ സംഭവിക്കും. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ നന്ദി പറഞ്ഞു. ആമേൻ. ബ്രദറെ, ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ഇല്ല സിസ്റ്ററെ. ഹലോ, കേട്ടില്ല സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് ആ സ്ക്രിപ്ചറിന്റെ പേരൊന്ന് ഇംഗ്ലീഷിലും കൂടെ ഒന്ന് പറയൂ. എനിക്ക് എല്ലാ ബുക്കും മലയാളത്തിൽ അറിയത്തില്ല. ബ്രദറ് സ്ക്രിപ്ചർ വായിച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഞാൻ എടുത്തു വരുമ്പം ലേറ്റ് ആവുന്നു, മിസ്സാവുന്നുണ്ട്. അതുകൊണ്ടാ. ഓക്കെ സിസ്റ്ററെ, ഞാൻ കുഴപ്പമില്ല, അത് എടുത്തു വെക്കാം കേട്ടോ. ഓക്കെ സിസ്റ്റർ, ഏതൊക്കെ വാക്യങ്ങളാണെന്ന് പറഞ്ഞാൽ മതി, ഞാനത് അയച്ചു തരാം കേട്ടോ. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു. ഹലോ ബ്രദറെ, എൻ്റെ മോളുടെ ചെവിയുടെ പുറകെ ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് കുറേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരു കുഴപ്പവും വരത്തില്ല, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്ലഡ് ടെസ്റ്റ് എല്ലാം വന്നപ്പോൾ എല്ലാം നോർമലായിരുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഒരു കുഴപ്പവും ഇല്ല, അവൾക്ക് എല്ലാം നോർമലായിരുന്നു. ആമേൻ. നന്ദി കർത്താവേ, അതെല്ലാം നോർമലായി നന്ദി പറയുന്നത് മാത്രമല്ല സിസ്റ്റർ, കൈ വെച്ചോണം, ആ മുഴയോട് പറയണം ഇത് ചുങ്ങിപ്പോട്ടെ എന്ന് തന്നെ പറഞ്ഞോണം, അത് അപ്രതീക്ഷമായി പോട്ടെ എന്ന് പറഞ്ഞോണം. ആ മുഴ അവിടെ നിന്ന് മാറിയിരിക്കും കേട്ടോ. ബ്രദറെ, ഞാൻ സൗദിയില, മോള് നാട്ടിലും, അതുകൊണ്ട് അങ്ങനെ എനിക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല. അങ്ങനെ വേണ്ട, മോളോട് പറഞ്ഞാൽ മതി. മോളോട് പറഞ്ഞാൽ മതി, എല്ലാ ദിവസവും കൈ വെച്ചിട്ട് പറയണം, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് കർത്താവിൻ്റെ മുറിവിലേക്ക് സൗഖ്യമുണ്ട്, ആ മുഴയോട് കൽപ്പിക്കുന്നു, ചുങ്ങിപ്പോകുവാൻ കൽപ്പിക്കുന്നു പറഞ്ഞാൽ മതി, അത് പോയിരിക്കും കേട്ടോ. ശരി ബ്രദറെ, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, അത് പോയിരിക്കും. ഓക്കെ, ബാക്കി അടുത്ത ആരെങ്കിലും ഉണ്ടോ? ബ്രദറെ, സോഫിയ ഞാനാണ്. പറഞ്ഞു മിസ്റ്ററെ. കർത്താവ് തീർച്ചയായിട്ടും മിസ്റ്ററെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഏറ്റെടുത്തോണം. ആലോചനയിൽ ദൈവം വിശ്വസ്തനാണ്. യൂട്യൂബിൽ നമ്മുടെ കിടപ്പുണ്ട്, എന്താണോ കർത്താവ് ഇടപെട്ടത് അത് ഏറ്റെടുത്തോണം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും കേട്ടോ. കർത്താവ് ചെയ്യും. ആമേൻ. ഞാനൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ? തീർച്ചയായിട്ടും പറഞ്ഞു. പാസ്റ്ററെ, ഇപ്പൊ ഒരു 9 മണിയായപ്പം ഞാൻ ഇതെല്ലാം തയ്യാറായി ഇരിക്കുമായിരുന്നു ഇത് കേൾക്കാൻ വേണ്ടി. അപ്പം ബൈബിളും ഡയറി എല്ലാം എടുത്ത് ഇരുന്ന് പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കറണ്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമം വന്നു. കാരണം
വൈഫൈ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എനിക്ക് കേൾക്കാൻ വയ്യല്ലോ. ഞാൻ ഒട്ടനെ ദൈവത്തോട് പറഞ്ഞു, മലയോട് കടലിൽ പോകാൻ പറഞ്ഞില്ലേ ഇന്നലെ, അതുകൊണ്ട് ഞാനും പറയുന്നു എനിക്കിത് കേൾക്കണം, എൻ്റെ ദൈവം എനിക്ക് തന്നേ പറ്റൂ, അവകാശമാണ്, എൻ്റെ അവകാശമാണെന്ന് ഞാൻ വാദിച്ചപ്പോൾ എനിക്ക് ആ പാട്ട് തീർന്നു. പ്രാർത്ഥന തുടങ്ങിയപ്പോഴത്തേക്കിനും പെട്ടെന്ന് കറണ്ട് വന്നു. എനിക്കത് സാക്ഷിയായിട്ട് പറയണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് അത് നടന്നപ്പോൾ എനിക്കൊരു അത്ഭുതം പോലെ തോന്നി. ഞാൻ ബ്രദറിനോട് പറഞ്ഞില്ലേ നന്ദിയല്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് ഇന്ന് ഞാനിപ്പോൾ 9 മണിക്ക് നടന്നതാണ്. അങ്ങനെ ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് കറണ്ട് തന്നു. ഇതുവരെ ഞാൻ ഇതെല്ലാം കേട്ടോണ്ട് എനിക്ക് വലിയ അനുഗ്രഹം പോലെയാണ് അതെനിക്ക് തോന്നുന്നത്. ആ നന്ദി ആണ്. തീർച്ചയായിട്ടും ഞാൻ ദിവസം പറഞ്ഞല്ലേ, നമ്മളൊന്നും നിസ്സാരമായിട്ട് കാണരുത്. പ്രിയാൻറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥനയ്ക്ക് പങ്കുചേരണമെന്നാണ്. പക്ഷേ ആ തക്ക സമയത്ത് തന്നെ അത് വരുവാനും പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് കയറുവാനും എല്ലാം ഇടയായിത്തീർന്നു. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മളൊന്നും സാധാരണ പോലെ കാണല്. ഒരു പ്രാർത്ഥിക്കുന്ന വിശ്വാസി ഏത് വിഷയം വന്നാലും കൽപ്പിക്കണം. കർത്താവ് നിങ്ങളെ ആ വിഷയത്തിൻ്റെ മേൽ സാക്ഷിയാക്കി മാറ്റും. ഇന്നൊരു ഈ സാക്ഷ്യം പറയുമ്പോൾ ദൈവം നിങ്ങളെ അടുത്ത വലിയ വലിയ കാര്യങ്ങൾ സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? ബ്രദർ, എനിക്കൊരു വിറ്റ്നസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ബ്രദർ പറഞ്ഞില്ലേ, ഇപ്പം ഹോളി സ്പിരിറ്റിന്റെ ഒരു പ്രസൻസ് ഉണ്ട്, യു ക്യാൻ ഫീൽ ഇറ്റ്. സോ ഇമ്മീഡിയറ്റ്ലി ഐ കുഡ് ഫീൽ, തലം മുതൽ എൻ്റെ കാല് വരെ ഇങ്ങനെ യുനോ ദാറ്റ് സ്പെഷ്യൽ ടച്ച്, ഒരു പെരുപ്പ് പോലെ, യുനോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്രസ്. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവിൻ്റെ പ്രസൻസ് നമ്മൾ വരും ദിവസങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസിനെ പറ്റി എടുക്കുന്നുണ്ട്. ആ ഒരു സാന്നിധ്യം നമുക്ക് വരുന്നതിൻ്റെ കാരണം തന്നെ ബൈബിളിൽ പല രീതിയിൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. ഒന്ന്, അഗ്നിനാവോടെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വചനം പറഞ്ഞ ഒരു വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവരെ പോലെ ആയിരുന്നു എന്നവരെ പറ്റി പലരും പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പല രീതിയിൽ, ചിലർക്ക് അത് തണുപ്പായിട്ടും ചൂടായിട്ടും ശരീരത്തിൽ നമുക്ക് എർത്തടിക്കുന്ന ഫീലിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ശരീരം സ്ലെയിൻ ആകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയൊരു ബലം വരുന്നൊരു ഫീലിങ്സ് ഉണ്ടാവും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്പർശനമാണ്, അത് ഹോളി ടച്ചാണ്. അത് തരുന്നതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ കർത്താവ് എന്തോ ഒന്ന് നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്, എന്തോ ഒരു കാര്യം നമ്മുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. അതാണ് ആ ഒരു സാന്നിധ്യത്തിന്റെ പ്രത്യേകത. എന്തോ ഒരു സംഭവം കർത്താവ് ഇട്ട്, അതിന്റെ റിസൾട്ട് ഈ ദിവസങ്ങളിൽ കാണും. കർത്താവിന്റെ സന്നിധിയിൽ ഇനിയും പ്രാർത്ഥിക്കുക, അത് കർത്താവ് ജ്വലിപ്പിക്കും. ആമേൻ. പറഞ്ഞു. അത് ഞാൻ ഇറ്റലിയിലാണ് വിളിക്കുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെ എനിക്ക് ടൈം കിട്ടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഹോളിഡേയ്സ് ആയ കാരണം പിള്ളേര് വർക്കിംഗ് ഡേ അല്ലല്ലോ. അപ്പം പക്ഷെ ഇന്ന് ഞാൻ കേട്ടത് കഴിഞ്ഞപ്പോ എൻ്റെ മൂത്ത മോൻ ഇപ്പം അവന് ഇംഗ്ലീഷാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇറ്റാലിയൻ ലാംഗ്വേജ് ഒക്കെ ടഫായിട്ട് വന്നാലും അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഈ വർഷം അവൻ ജയിക്കോ, അതിന് റെക്യുപ്പറേഷൻ ഉണ്ടാവും എന്നുള്ളൊരു പേടിയിലിരിക്കണം. അപ്പൊ ഇപ്പൊ തന്നെ അവൻ എന്നോട് മമ്മി ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്നപ്പോ തന്നെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റി. അതിനെ ഞാൻ ഒത്തിരി താങ്ക് യു ബ്രദർ ആൻഡ് താങ്ക് യു ഗോഡ്. തീർച്ചയായും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ കൃപയാൽ ദൈവം അങ്ങനെ ഒരു എന്താ പറഞ്ഞത് ഉറപ്പ് കൊടുത്തല്ലോ. ഭാരമായിരുന്നു എങ്ങനെ ചെയ്യും, പക്ഷേ കുഞ്ഞു തന്നെ വന്ന് പറഞ്ഞ് ജയമുണ്ടായി. ഞാനൊരു കാര്യം എടുത്തു പറയുകയാണ്, സാക്ഷ്യം പറഞ്ഞതിന് മുമ്പ് നമ്മൾ ഈ ദിവസങ്ങളിൽ എൻ്റെ കഴിഞ്ഞ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ തന്നതാണ്. പല രാജ്യത്തു നിന്നും ഈ പ്രാർത്ഥന കേൾക്കുന്ന ആൾക്കാരുണ്ട്. പല രാജ്യത്തു നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവരുണ്ട്, ഇന്ത്യ എന്നുള്ളവരുണ്ട്. ഞാനിരിക്കുന്ന വേറൊരു രാജ്യത്താണ്, UK നിന്നും US നിന്നും ഒക്കെ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരെയും കണക്ട് ചെയ്ത്, പല രാജ്യത്തുള്ളവരെല്ലാം നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, പല രാജ്യത്തു നിന്ന് കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളവരുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഓരോ ഏരിയയിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാണ്. വലിയൊരു, ഞാൻ എപ്പോഴും പറഞ്ഞു, ദൈവത്തിൻ്റെ ഉണർവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പകർച്ചയുടെ മുമ്പിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പം 10,000 പേരില്ലായിരുന്നു, 12 പേരേ ഉള്ളായിരുന്നുള്ളൂ. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത രീതിയിൽ കർത്താവിന് ശിഷ്യന്മാരുണ്ട്. തുടങ്ങിയത് കർത്താവ് ഒരു 12 പേരിലാണ്. അതേപോലെ
എന്നോട് കർത്താവ് ഈ ദിവസങ്ങളിൽ പറഞ്ഞു, പല രാജ്യത്തു നിന്ന് ഈ വചനം, ഇപ്പോൾ സഹോദരി ഇറ്റലി പറഞ്ഞു, USA പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു, പല രാജ്യത്തു നിന്ന് കേൾക്കുന്നവരുണ്ട്, UK ഉള്ളവരുണ്ട്, ഞാനിപ്പോൾ UK യിലാണുള്ളത്, പല രാജ്യത്തു നിന്ന് കേൾക്കുന്നവരുണ്ട്. നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? എന്നോട് കണക്ട് ചെയ്യണം, എന്നോടൊന്നല്ല ഈ പ്രയറുമായിട്ട് കണക്ട് ചെയ്യണം. മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ കണക്ട് ചെയ്യണം. ആ ദേശത്തിൻ്റെ അകത്ത് ദൈവം നിങ്ങളെ സാക്ഷിയാക്കും. നിങ്ങൾ കൂടണം, നിങ്ങൾ ഒരുമിച്ച് ജോയിൻ്റ് ആകണം. ക്രിസ്തുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണക്റ്റഡ് ആയാൽ ദേശങ്ങളിൽ ദൈവം നിങ്ങളെ, കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരുമനപ്പെട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ ഒരുമനപ്പെട്ട് ദിനം പ്രതി കൂടി വന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുമനപ്പെടാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ സ്പ്രെഡ് ചെയ്യും. ദേശങ്ങളെ ഇളക്കുവാൻ, ദേശങ്ങളെ തൊടുവാൻ. എത്ര വലിയ അധികാരികൾ നിങ്ങൾക്കെതിരെ വന്നാലും തൊടത്തില്ല. അതേപോലെ ദൈവം നിങ്ങളെ ശക്തമാക്കി മാറ്റും. അപ്പോൾ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നിങ്ങളൊന്ന് ഒരുങ്ങണം. നിങ്ങൾ അതിനുവേണ്ടി കറക്റ്റ് ആണ്. അപ്പോൾ എനിക്കറിയാം യൂസിലുള്ളവരൊക്കെ പല രാജ്യത്തുള്ളവരെ കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ പറയുന്നത് പരസ്പരം നമ്മളെല്ലാവരും കണക്റ്റ് ആയിക്കോണം. ഈ ദിവസങ്ങളിൽ ഞാൻ വരും ദിവസങ്ങളിൽ അത് പറയാം. ഈ സമയത്ത് വേറെ സാക്ഷ്യങ്ങളുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു സിസ്റ്ററെ. സിസ്റ്ററെ കേൾക്കുന്നില്ല. പറഞ്ഞു, കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. ഞാൻ ജൂൺ ഫസ്റ്റ് വീക്കിനാണ് ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ എൻ്റെ മോനെ കാനഡയിലായിരിക്കുന്നു. മോനോട് ഞാൻ പറഞ്ഞായിരുന്നു മോൻ ഫ്രീ ഉള്ളപ്പോൾ മീറ്റിങ്ങിന് കയറണേന്ന്. മോനെ കഴിഞ്ഞ ആഴ്ച കയറാൻ തുടങ്ങി. ഇന്നും മോനെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ രാജ്യങ്ങളെ ഇളക്കാൻ പറ്റുന്ന പോലെ ദൈവത്തിന്റെ ഒരു വലിയ ശക്തി പകരപ്പെടാന് ഞാനും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മോൻ ഇപ്പോൾ ലൈവിലുണ്ട്. മോന്റെ പേര് ജോയൽ എന്നാണ്. തീർച്ചയായിട്ടും ജോയലിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് കൂടി വരുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. ആ ദേശത്ത് ഒരു സാക്ഷിയാകട്ടെ. കർത്താവിന്റെ സാക്ഷി ആയിക്കഴിഞ്ഞാൽ, ദേശത്ത് യേശുവിന്റെ സാക്ഷി ആയിക്കഴിഞ്ഞാൽ ലോകം അറിയും, ദേശം അറിയും, ജോലി സ്ഥലത്ത് അറിയും. അതാ കർത്താവിന്റെ സാക്ഷി. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഒരു കാര്യം കൊണ്ടെന്ന് പറഞ്ഞോട്ടെ. യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഞാൻ ഇതിന് ശേഷം നമ്മുടെ ലൈവ് ഒന്ന് ഡിലീറ്റ് ചെയ്യും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം. അതിനുശേഷം നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സൂം മീറ്റിംഗ് അതിലോട്ട് റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്കിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലൈവ് ചിലപ്പം അത് കാണാൻ, അത് സെയിം മീറ്റിംഗ് തന്നെയാണ്, സെയിം, ഒരു മാറ്റവും ഇല്ല, ഒരു കട്ടിങ് ഒന്നും വരത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഇതൊന്ന് സ്റ്റക്ക് ആവുന്നു. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, യൂട്യൂബ് സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യം ഇത് നെറ്റ്വർക്കിന് എന്തോ ഒരു പ്രോബ്ലം വന്നത് സ്റ്റില്ലായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചപ്പോഴാണ് കണ്ടത്. ഇപ്പോഴും ഇടയ്ക്ക് സ്റ്റില്ലാവുന്നുണ്ട്, സ്റ്റക്കായി നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതേ സെയിം മീറ്റിംഗ് തന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ ലൈവ് കണ്ടില്ലെങ്കിൽ മീറ്റിംഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ അത് വരുന്നതായിരിക്കും. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞോ. പ്രൈസിലോട് ബ്രദറെ, ഞാൻ 28-ാം തീയതി മെയ് 28-ാം തീയതി തുടങ്ങിയാണ് ഈ പ്രയറിൽ കയറി തുടങ്ങിയത്. അതിനു മുൻപും പ്രയറൊക്കെ ഉള്ളതാണെങ്കിലും ഈ പ്രയറിൽ കയറിയ പിന്നെ എനിക്ക് ഒരുപാട് സമാധാനമുണ്ട്. പിന്നെ ഒരു 6 വർഷമായിട്ട് ഒരു കമ്പനിയിൽ എൻ്റെ ഒരുപാട് ഫണ്ട് അവിടെ എടുക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഞാൻ കൊടുത്തിട്ട് അത് എൻ്റെ പേരിലേക്ക്, ആ പൈസ ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവരെ കയ്യിൽ നിന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ പേരിലേക്ക് മാറി കിട്ടണമല്ലായിരുന്നു. അത് കിട്ടാതെ ഞാൻ 6 വർഷമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കണ്ടായിരുന്നു. ഇന്ന് അത് വളരെ അത്ഭുതകരമായി ഇന്ന് അത് എൻ്റെ പേരിലേക്ക് ആ സർട്ടിഫിക്കറ്റ് മാറ്റി എഴുതി തരികയുണ്ടായി. അതിന് ദൈവത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് പറഞ്ഞാൽ തീരുന്ന നന്ദിയല്ല, നന്ദിയാലെ സ്തുതിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നുള്ളൂ. അതുപോലെ ഇതിന്റെയൊക്കെ ഒരേ വിഷയങ്ങളിൽ ഞാൻ വളരെ വിഷമിച്ചിന്ന് രാവിലെ എണീറ്റപ്പോൾ തുടങ്ങി നെഞ്ചുവേദന അസഹനീയമായിരുന്നു. ചേട്ടൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഈ മരുന്നിനാലല്ല, എനിക്കൊരു ഡോക്ടറാലല്ല, എൻ്റെ ഡോക്ടറും എൻ്റെ മരുന്നും എൻ്റെ ദൈവം തന്നെയാണ്. എനിക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് എൻ്റേതല്ലാത്ത രോഗം എനിക്ക് മാറ്റി തന്നേ പറ്റുള്ളൂ, ഞാൻ ഇതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ചേട്ടനോട് പോകണ്ടാന്നുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. ഞാൻ പോയി ജോലിക്ക് പോകുമ്പോ ഒക്കെ ബസ്സിലിരുന്ന് ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇത് എനിക്ക് ഇങ്ങനെ തന്നെ മാറണം, ഇത് എന്റേതല്ലാത്ത ഈ രോഗം എന്നിൽ എനിക്കിത് പാടില്ല, ഇത് എടുത്ത് മാറ്റി തന്നേ പറ്റൂ. എൻ്റെ ദൈവം എൻ്റെ യേശു അപ്പൊ എനിക്കിത് മാറ്റി തന്നില്ലെങ്കിൽ ഇത് ശരിയാവില്ല, ഇനി ഞാനത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് വളരെയധികം സമാധാനം കിട്ടി, സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഈ 10 ലക്ഷത്തിന്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതി തന്നത്.
ബ്രദറെ ഈ പ്രാർത്ഥന കയറിയിട്ട് ഇപ്പൊ ഞാനും ചേട്ടനും കൂടി ഇരുന്നാണ് കേൾക്കണേ. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ആ സമയത്തിന് വേണ്ടി അത്രമാത്രം ഇതുവരെയൊക്കെ പ്രയറുകൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും കിട്ടാത്ത സമാധാനം കിട്ടുന്നുണ്ട് ബ്രദറെ. ആ സമാധാനം വാക്കുകളിൽ പറയാൻ പറ്റുന്ന സമാധാനമല്ല, അത്രയും സമാധാനം ഉണ്ട്. ദൈവത്തിനും ഇങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എന്നെ എത്തിച്ചതിനും എല്ലാ മഹത്വവും എന്റെ യേശുവിക്ക് കൊടുക്കുകയാണ്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ നെഞ്ചുവേദനയാൽ ഭാരപ്പെട്ടു. അച്ഛൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ വാക്കാണ് വളരെ ഇഷ്ടപ്പെട്ടത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതിനെ ക്യാൻസൽ ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം, ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ അർത്ഥം ആ വേദനയോട് പറഞ്ഞു ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞു. കർത്താവ് വിടുവിച്ചു. അത് മാത്രമല്ല, അത് വിടുവിച്ചത് മാത്രമല്ല, നാളുകളായിട്ട് ബ്ലോക്കായി കിടന്ന ആ ഒരു സാമ്പത്തിക നന്മ അത് റിലീസായി അവർക്കത് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് നമുക്ക് ഈ വചനം നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്നറിയാം ഈ സമാധാനം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, സദൃശവാക്യത്തിൽ കേട്ടായിരുന്നു, മനോവ്യസനം വരുമ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകും, നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. വചനം കേൾക്കുമ്പോൾ, സത്യവചനം, ബൈബിളിലെല്ലാം സത്യവചനം തന്നെയാണ്. പക്ഷെ ആ വചനം കറക്റ്റായിട്ട് വ്യാഖ്യാനം കിട്ടിയാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഞാൻ പറയുന്നത് കൊണ്ടല്ല അത് ലഭിക്കുന്നത്, പകരം എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി അതിന് നമുക്കൊരു ഭാഗ്യം കിട്ടി. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് നമുക്ക് കൃപ കിട്ടി. ആ കൃപ കിട്ടിയത് കൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റാർക്കും കിട്ടാത്തത് അവരുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, നമുക്കിത് കിട്ടിയത് നമ്മൾ വലിയ ആളായതുകൊണ്ടല്ല, ദൈവത്തിന് നമ്മോട് കൃപ തോന്നി. ആ വചനത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ വചനം കിട്ടുമ്പം, ആ വചനം കേൾക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നത്. വചനം കേൾക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം, ആ വചനത്തെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുവാണ്? നമ്മുടെ ഉള്ളിൽ അത് ആത്മീയ ആഹാരമാക്കി മാറ്റുന്നതുകൊണ്ടാണ് സൗര്യ പറഞ്ഞത് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ധൈര്യം കിട്ടി. അല്ലെങ്കിൽ നെഞ്ചുവേദന വരുന്ന ഒരാൾക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടുന്നത്? നമുക്ക് പേടി വരേണ്ടതല്ലേ? പക്ഷേ വിഷമം ഉണ്ടെങ്കിലും അത് ക്യാൻസൽ ചെയ്യുവാനൊരു ധൈര്യം ഉണ്ടായത് വചനത്തിൻ്റെ ശക്തി അകത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട്. അത് മാത്രമല്ല, നാളുകളായി ബ്ലോക്കായി കിടന്ന ഫിനാൻസ് ഓപ്പൺ ആകുവാൻ ഇടയായി തീർന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനിയും സാക്ഷ്യങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. സാക്ഷിയുള്ളവർ പറഞ്ഞു. ഹലോ, പറഞ്ഞോ മോളെ. എന്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് മാറി. ആമേൻ. എന്ന് മുതലാ മോളെ മുഴ കണ്ടത്? നേരത്തെ മുതലുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര നാണക്കേടൊക്കെ ആയിരുന്നു. ഈ വലത് കൈയുടെ വിരളയിലായിരുന്നേ. അപ്പൊ ഈ എഴുതുമ്പോഴല്ലേ ഈ മുഴ ഇങ്ങനെ നല്ല മുഴുത്ത മുഴയായിരുന്നു. പക്ഷെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചപ്പം ഇപ്പൊ അത് അവിടെ ഒരു ഒന്നുമില്ല, അവിടെ പ്ലെയിൻ ആയിട്ടിരിക്കുക, മുഴയില്ല, വീർത്ത് മാറി. ആമേൻ, ആമേൻ. വലിയ അത്ഭുതമാണ് കേട്ടത്. മോളുടെ കയ്യിൽ ഒരു സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു മുഴയുണ്ടായിരുന്നു കയ്യിൽ. അത് കുറേ നാളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് എവിടെയാന്ന് പോലും അറിയത്തില്ല. യേശു തൊട്ടു. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ ആഗ്രഹം ഞാൻ രോഗിയായിരിക്കുന്നതല്ല, യേശുവിൻ്റെ ആഗ്രഹം ഞാൻ സൗഖ്യമാകുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് മുറിവേറ്റത്. എപ്പോഴും ഓർത്തോണം, ഏതെങ്കിലും വേദന വന്നാൽ, ഏതെങ്കിലും രോഗം വന്നാൽ നിങ്ങളൊരു കാര്യം യേശുവിന് ഇഷ്ടമല്ല. ഞാൻ രോഗിയായി കിടക്കുന്നത് യേശുവിന് ഇഷ്ടമല്ല. കർത്താവിൻ്റെ ഇഷ്ടം ഞാൻ സൗഖ്യമായിട്ട് യേശു എന്നെ തൊട്ടെന്ന് പറയുന്നതാണ് യേശുവിൻ്റെ ഇഷ്ടം. ആ മഹത്വം ദൈവത്തിന് വേണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയ കൊച്ചിനെ കർത്താവ് അങ്ങ് തൊട്ട് ആ മുഴ മാറ്റിയതിന് നന്ദി, അപ്രതീക്ഷിതമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് പ്രയറിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. നിങ്ങൾ അവിടെ പ്രയർ റിക്വസ്റ്റ് വിട്ടുകൊണ്ടിരുന്നാൽ ഞാൻ ചിലപ്പോൾ നോക്കുന്നത് എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ക്ഷമിക്കണം എന്നോട്. കുറേ കഴിഞ്ഞായിരിക്കും ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇപ്പോൾ ലൈവ് കാണുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്കതെല്ലാം വായിക്കാൻ പറ്റത്തില്ല, അത് പൊക്കോണ്ടിരിക്കുവാണ് ഇങ്ങനെ. നിങ്ങൾ കഴിവതും ആ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് പ്രയർ ലിങ്ക് ഉണ്ട്, അതിൽ നിന്ന് പ്രവേശിക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് വേണം സേവ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ആ ലിങ്കാണ്. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പുതിയ ലിങ്കുകൾ മാറുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ടൈം എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളും എന്നോട് സൂമിൽ കയറുന്നവരെ ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ നമ്മളെ കഴിവതും അത് ഫോളോ ചെയ്യുക. നിങ്ങൾ ആ യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങൾ ലിങ്കായി നിൽക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമുക്ക് നെറ്റ്വർക്ക് ഡിലേ വന്നപ്പോൾ സൂം നമുക്ക് ബ്ലോക്ക് ആയപ്പോൾ എനിക്കത് അറിയിക്കാൻ പറ്റാതെ പോയി. അങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ എനിക്ക് അറിയിക്കാൻ ആകെയുള്ള മാർഗം, കൂടുതലും ചിലപ്പോൾ നമ്പറിലോട്ട് അയക്കാൻ, ചിലപ്പോൾ എല്ലാവരുടെയും പേരുകൾ എനിക്ക് ഓർമ്മയില്ല.
എത്രയോ ആൾക്കാർ അത് സേവായി കിടക്കുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പിന്നെയുള്ളത് യൂട്യൂബാണ്. അപ്പോൾ എന്ത് അപ്ഡേഷൻ വന്നാലും എന്ത് വന്നാലും എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥന വല്ലതും വന്നാലും ഒക്കെ ഞാൻ യൂട്യൂബിലായിരിക്കും അത് റെക്കോർഡ് ചെയ്തിട്ടേക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അത് ഫോളോ ചെയ്യുക. മാറ്റങ്ങളുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ നിമിഷം പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? വിശ്വാസ പ്രഖ്യാപനം ലാസ്റ്റ് പറയണത് കിട്ടാറില്ല, അത് കേൾക്കാറില്ല. സിസ്റ്റർ, വിശ്വാസ പ്രഖ്യാപനം എന്നുള്ളത് ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഏത് വിഷയമാണോ ആ വിഷയം തന്നതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വചനം ചേർത്ത് പറയുന്നതാണ് വിശ്വാസ പ്രഖ്യാപനം. സിസ്റ്റർ നേരെ താഴെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് യൂട്യൂബിൽ എന്താണ് വിശ്വാസ പ്രഖ്യാപനം, എങ്ങനെയാണ് വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് താഴെ ഏറ്റവും താഴെ യൂട്യൂബിൽ കിടപ്പുണ്ട്. വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ള ഹെഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് വചനം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളതായിരിക്കും. ആ വചനങ്ങളിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ അവസാനം പറയുന്ന പ്രഖ്യാപനം രണ്ടും രണ്ടാണ്. തുടക്കത്തിൽ വിശ്വാസ പ്രഖ്യാപനവും അവസാനം പറയുന്ന പ്രഖ്യാപനം രണ്ടാണ്. അപ്പോൾ അത് യൂട്യൂബിലുണ്ട്. സിസ്റ്റർ ആ 2 മെസ്സേജുകളും കേൾക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 1/4 മണിക്കൂറോളം അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന 2 വചന സന്ദേശങ്ങളാണ്. അത് കേൾക്കുക. അപ്പം നമുക്ക് എന്താണ് വിശ്വാസ പ്രഖ്യാപനം എന്നുള്ളത് മനസ്സിലാവും. വചനം ചേർത്ത് നമ്മുടെ വിഷയങ്ങളെ ഡിക്ലെയർ ചെയ്യുക. ഇപ്പോൾ കേട്ടതുപോലെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് പ്രഖ്യാപനം. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. ലൈവിൽ കാണുന്നവരെ ഞാനിപ്പോൾ ലൈവ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ നിങ്ങൾ ലൈവിൽ കാണരുത്, നാളെ മുതൽ നിങ്ങൾ സൂമിൽ കാണണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ തൊടും, അത്ഭുതം നടക്കും. പ്രവചന ആലോചനയാൽ ദൈവം നിങ്ങളെ തൊടും, ദൈവം നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ അവസ്ഥകളെ മാറും. 100% അല്ല ഗ്യാരണ്ടി കേട്ടോ, അതിന് മീതെ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടിയാണ്. ആരാ ഗ്യാരണ്ടി തരുന്നറിയാവോ? ദൈവം തരുന്നതാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകത്തില്ലെന്ന് തമ്പുരാന്റെ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയാണ് നമ്മുടെ ബലം. ഗോഡ് ബ്ലസ് യു. ലൈവിലുള്ളവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു. നമുക്ക് ഒരുമിച്ച് ലൈവിലുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. നമ്മുടെ സ്ഥിതികൾ മാറട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ഇന്ന് കേട്ടതുപോലെ വലിയ ആലോചനകൾ റിലീസാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്മയെ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, വരുമാന മാർഗത്തെ ബ്ലോക്കുകളെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഈ ദിവസങ്ങളിൽ യേശു തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ തുറന്നു വരട്ടെ, അനുഗ്രഹം തുറന്നു വരട്ടെ, സൗഖ്യമാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. റിലീസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് തൊടുന്നതിന് നന്ദി. ഗോഡ് ബ്ലസ് യു. ഞാൻ ലൈവിലുള്ളവരാണ്, അവരെ അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സൂമിലുള്ളവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ വാഴ്ത്താം. നമ്മുടെ അവസ്ഥകളെ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്ത് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. അതേശപ്പാ, നീ ഞങ്ങളെ സ്നേഹിച്ചതൊരു അത്ഭുതമാണ്. നീ ഞങ്ങളെ വീണ്ടെടുത്തതൊരു അത്ഭുതമാണ് കർത്താവേ. നീ ഞങ്ങളുടെ ഉള്ളിൽ വന്നതൊരു അത്ഭുതമാണ് കർത്താവേ. നീ ഞങ്ങളുടെ അകത്ത് വസിക്കുന്നതൊരു അത്ഭുതമാണ് കർത്താവേ. നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ ആക്കിയതും ഒരു അത്ഭുതമാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും ഒരുമിച്ച് കൂടാം. അത്ഭുതങ്ങൾ നടക്കും, സാക്ഷ്യങ്ങൾ നടക്കും. നമുക്ക് നാളെ കാണാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ. താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല